ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം, ലയുസ്റയന്ന അലൽ ഖുർആനി ذات ليلة فلا يترك آية في مصحف ولا في قلب أحد إلا رفعت. ഒരാളുടെ ഹൃദയത്തിലോ ഒരു മുസ്ഹഫിൻ്റെ കടലാസിലോ നിലനിൽക്കാത്ത രൂപത്തിൽ ഒരു രാത്രി ഖുർആൻ എടുത്തുയർത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് മുൻഗാമികൾ പലരും പറഞ്ഞത്, ഈ ഇൽമ് എടുത്തുയർത്തപ്പെടുന്നതിന് മുമ്പ് നീ ഇത് പഠിച്ചുകൊള്ളുക, ഖുർആൻ ഉയർത്തപ്പെടുന്നതിന് മുമ്പ് പഠിച്ചുകൊള്ളുക. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. أما بعد. സഹോദരങ്ങളെ, അലിമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാ എന്ന മഹാനായ പണ്ഡിതൻ്റെ സുനനു അബി ദാവൂദിൻ്റെ ആ ഹദീസ് ഗ്രന്ഥത്തിൻ്റെ ക്രോഡീകരണം നിർവഹിച്ച ഇമാം അബൂ ദാവൂദിൻ്റെ മകനാണ് അബൂബക്കർ ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസവും അവരുടെ മൻഹജും വിവരിക്കുന്ന അൽ ഹായിയ എന്നറിയപ്പെടുന്ന കവിതയാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അതിൽ ഇനി നമുക്ക് വിശദീകരിക്കാനുള്ള വരികൾ ഇങ്ങനെയാണ്: വഖുൽ ഗൈറു മഖ്ലൂഖിൻ കലാമു മലീകിന بذلك دان الأتقياء وأفصحوا ولا تك في القرآن بالوقف قائلا كما قال أتباع لجهم وأسجحوا ولا تقل القرآن خلق قرأته فإن كلام الله باللفظ يوضح. وقلني بريغا غير مخلوق كلام مليكنا. നമ്മുടെ മലീക്കായ പടപ്പുകളുടെ മുഴുവൻ ഉടമസ്ഥനും അവരുടെ യഥാർത്ഥ രാജാവുമായ അള്ളാഹുവിൻ്റെ കലാം, അവൻ്റെ സംസാരം എന്നത് ഗൈറു മഖ്ലൂഖ്, അത് സൃഷ്ടിയല്ല. ബിദാലിക ദാനൽ അത്ഖിയാഉ വഅഫ്സഹു. ബിദാലിക ഇതാണ്, ദാനൽ അത്ഖിയാഉ ഇത് മുഖേനയാണ് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിച്ചത്. ഈ വിശ്വാസമായിരുന്നു പുലർത്തിയത് അൽ അത്ഖിയാഉ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച തഖ്വ ഉണ്ടായിരുന്ന നമ്മുടെ മുൻഗാമികൾ. അഫ്സഹു അതായിരുന്നു അവർ ഒരു അർത്ഥശങ്കക്കുമിടയില്ലാതെ തെളിച്ചു പറഞ്ഞ കാര്യം. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ള വിഷയം? അത് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന വിഷയമാണ്. അള്ളാഹുവിൻ്റെ സംസാരമാണ് ഖുർആൻ. അള്ളാഹുവിൻ്റെ സംസാരം അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, മറിച്ച് റബ്ബിൻ്റെ സംസാരം അവൻ്റെ സിഫത്താണ്, അവൻ്റെ വിശേഷണമാണ്. അഹ്ലുസുന്നത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശ്വാസം വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം എടുത്തുദ്ധരിച്ചത് എന്തുകൊണ്ടാണ്? എന്നാൽ നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ളതുപോലെ പഴയ കാലത്ത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന വമ്പിച്ച ഒരു ഫിത്ന ഉണ്ടായിരുന്നു. ഒരു ബിദ്അത്തിൻ്റെ, ഒരു ദലാലത്തിൻ്റെ, അങ്ങേയറ്റത്തെ വഴികേടിൻ്റെ വാദം ആ കാലത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിച്ചു. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന വാദം. കേവലം ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നല്ല, അതുമാത്രമല്ല അവരതിലൂടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് അവർ ഉദ്ദേശിച്ചത് അള്ളാഹുവിൻ്റെ സംസാരത്തെ നിഷേധിക്കുക എന്നതാണ്.
സംസാരമെന്ന അള്ളാഹുവിൻ്റെ സിഫത്തിനെ വിശേഷണത്തെ നിഷേധിക്കുക. കാരണം ഇന്ന് പലരും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പലതും ഖുർആനിലും സുന്നത്തിലും വന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ കേട്ടാൽ പറയുന്നത് പോലെ അത് പറഞ്ഞാൽ അള്ളാഹു പടപ്പുകളെ പോലെ ആയിപ്പോകും, സൃഷ്ടികളെ പോലെ ആയിപ്പോകും എന്ന് പറയുന്നത് പോലെ. അത് തന്നെ യാതൊരു സംശയവുമില്ല. അള്ളാഹു സംസാരിക്കുമെന്നതിനെ അവർ നിഷേധിച്ചു. എന്നാൽ നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിശേഷണമാണ്, അവൻ്റെ സിഫത്തുകളിലൊന്നാണ് അവൻ സംസാരിക്കും എന്ന് പറയുന്നത്. ഏതുപോലെ അവൻ സൃഷ്ടിക്കുന്നവനാണ്, അവൻ റിസ്ക് നൽകുന്നവനാണ്, അവൻ ജീവിപ്പിക്കുന്നവനാണ്, മരിപ്പിക്കുന്നവനാണ് എന്നതുപോലെ നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ സംസാരിക്കുന്നവനാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ സംസാരിക്കുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നവരോട് എന്താണോ അവൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അത് സംസാരിക്കും. അവൻ ഉദ്ദേശിക്കുന്നവരെ ആ സംസാരം അവൻ കേൾപ്പിക്കും. അള്ളാഹു അവൻ ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കും. എന്താണോ അവൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അത് സംസാരിക്കും അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. ആരോടാണ് അവൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അവരോട്. അവൻ ഉദ്ദേശിച്ചവരെ ആ സംസാരം അള്ളാഹു റബ്ബുൽ ആലമീൻ കേൾപ്പിക്കുകയും ചെയ്യും. നോക്കൂ, അള്ളാഹു ജിബ്രീലിനോട് അലൈഹിസ്സലാം അവൻ്റെ മലായിക്കത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഫുലാനൻ നാദ ഇദാ അഹബ്ബ റജുലൻ ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ നാദ ജിബ്രീൽ. അള്ളാഹു അവൻ്റെ ഒരു അടിമയെ സ്നേഹിച്ചാൽ അവൻ ജിബ്രീലിനെ വിളിക്കും. എന്നിട്ട് എന്തു പറയും? ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ. ഓ ജിബ്രീൽ, ഞാൻ ഇന്ന് ഒരുവനെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നീ അവനെ സ്നേഹിക്കുക. അള്ളാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹു പറയുകയാണ്, അവൻ സംസാരിക്കുകയാണ് ജിബ്രീലിനോട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ മലക്കുകളോട് സംസാരിക്കും. ആദം അലൈഹിസ്സലാമിനോട് അള്ളാഹു സംസാരിച്ചിട്ടില്ലേ? യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ഓ ആദം, താങ്കളും താങ്കളുടെ ഇണയും സ്വർഗത്തിൽ താമസിച്ചുകൊള്ളു. റബ്ബ് പറഞ്ഞതാണ്, അള്ളാഹു സംസാരിച്ചതാണ്. ആ മരത്തോട് അടുത്തു പോകരുത്, അള്ളാഹു സംസാരിച്ചതാണ്. ആ മരത്തിൽ നിന്നവർ കഴിച്ചപ്പോൾ എന്താണ് അള്ളാഹു പറഞ്ഞത്? അലം അഖുല്ലകുമ, ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് പറഞ്ഞിട്ടില്ലേ അതിൽ നിന്ന് കഴിക്കരുത് എന്ന്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ രണ്ടുപേരോട്? അള്ളാഹു പറയുകയാണ്. അള്ളാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹുവിൻ്റെ അമ്പിയായിനോട് അവൻ സംസാരിച്ചിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാമിനോട്, മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു സംസാരിച്ചില്ലേ? വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. മൂസാ നബിയോട് അള്ളാഹുവിന് സംസാരിച്ചിരിക്കുന്നു. ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ അള്ളാഹു സംസാരിക്കും. അവൻ്റെ അടിമകളോട് സംസാരിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കും. സ്വർഗത്തിൽ സ്വർഗവാസികളോട് അള്ളാഹു സംസാരിക്കും. അല്ലേ, നിങ്ങൾക്കിനി എന്തു വേണം? അള്ളാഹു ചോദിക്കും അവരോട്, എന്താണ് നിങ്ങൾക്കിനി വേണ്ടത്? അവർ പറയും, റബ്ബേ അലം തുബയ്യിദ് വുജൂഹന, നീ ഞങ്ങളുടെ മുഖങ്ങൾ വെളുപ്പിച്ച് തന്നില്ലേ? വതുനജ്ജിന മിനന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? അള്ളാഹു പറയും, അവൻ്റെ മറ നീക്കി അവനെ അവർക്ക് കാണിച്ചു കൊടുക്കും. അള്ളാഹു സ്വർഗവാസികളോട് സംസാരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ അതവൻ്റെ വിശേഷണമാണ്. അവൻ്റെ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മുമ്പേ അവനുള്ളതാണ്. അവന് ആ വിശേഷണം ഇല്ലാതെ ഇരുന്ന ഒരു കാലമില്ല, എന്നിട്ട് പിന്നെ ആ വിശേഷണം അവൻ ഉണ്ടായതല്ല. മറിച്ച് അള്ളാഹു ഔവലാണ്, അവൻ മുമ്പേ ഉള്ളവനാണ്. അതുകൊണ്ട് അവൻ്റെ സംസാരത്തിന് തുടക്കമില്ല. അവൻ ആഖിറാണ്, അവൻ ഒടുക്കമില്ലാത്തവനാണ്. അതുകൊണ്ട് അവൻ്റെ സംസാരത്തിന് അറ്റമില്ല, അന്ത്യമില്ല. വലൗ അന്ന മാ ഫിൽ അർദി മിൻ ശജറത്തിൻ അഖ്ലാമു വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുർ. എന്താണ് ബാക്കി? മാ നഫിദത് കലിമാത്തുല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. വലൗ അന്ന മാ ഫിൽ അർദി മിൻ ശജറത്തിൻ അഖ്ലാം, ഭൂമിയിലെ മരങ്ങളെല്ലാം പേനയാക്കിയാൽ, വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുർ, കടലിലെ വെള്ളമെല്ലാം മഷിയാക്കിയാൽ, 7 കടൽ അതിൻ്റെ കൂടെ ചേർത്താൽ, മാ നഫിദത് കലിമാത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ വാക്കുകൾ തീർന്നു പോവുകയില്ല. റബ്ബിൻ്റെ സംസാരം എഴുതി തീർക്കാൻ കഴിയുകയില്ല. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അള്ളാഹു അസീസാണ്, അവർ ഏറ്റവും പ്രതാപമുള്ളവനാണ്.
അവൻ ഏറ്റവും യുക്തിയുള്ളവനാണ്, ഹിക്മത്തുള്ളവനാണ്. നോക്കൂ നിങ്ങൾ, ലോകത്തെ കടലെല്ലാം മഷിയാക്കിയാൽ, മരങ്ങളെല്ലാം പേനയാക്കിയാൽ അള്ളാഹുവിൻ്റെ കലിമാത്ത് എഴുതി തീരുകയില്ല. എന്തുകൊണ്ടാണത്? കാരണം അള്ളാഹു തുടക്കമോ അവസാനമോ ഇല്ലാത്തവനാണ്. അതുകൊണ്ട് അവൻ്റെ സംസാരത്തിനും തുടക്കമോ ഒടുക്കമോ ഇല്ല. ഈ കാണുന്ന സമുദ്രം അത് എത്ര തന്നെ വലുതാണെങ്കിലും, എത്ര തന്നെ അതിൽ വെള്ളമുണ്ട് എങ്കിലും അതിനൊരു കണക്കുണ്ട്. അത് സൃഷ്ടിയാണത്, അത് സൃഷ്ടിയാണ്, അതിനൊരു കണക്കുണ്ട്. അത്രയേ ഉള്ളൂ. അതെത്ര അധികം ഉണ്ട് എങ്കിലും അതിനൊരു കണക്കുണ്ട്. അത് മഹ്സൂറാണ്, അത് ക്ലിപ്തപ്പെടുത്തപ്പെട്ടതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സംസാരമോ അതൊരു സൃഷ്ടിയല്ല, അത് അള്ളാഹുവിൻ്റെ സിഫത്താണ്, അവൻ്റെ വിശേഷണമാണ്. അള്ളാഹുവിന് തുടക്കമോ ഒടുക്കമോ ഇല്ല എന്നതുപോലെ അവൻ്റെ സംസാരത്തിനും ഒടുക്കമില്ല. വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിലും അള്ളാഹു പറഞ്ഞതുപോലെ ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദ. ഖുൽ പറയുക, ലൗ കാനൽ ബഹ്റു കടലായിരുന്നുവെങ്കിൽ, സമുദ്രത്തെ ആക്കിയിരുന്നുവെങ്കിൽ, മിദാദൻ മഷിയാക്കിയിരുന്നുവെങ്കിൽ, ലികലിമാതി റബ്ബി എൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ എഴുതാനുള്ള മഷിയായിരുന്നു കടലുകളെങ്കിൽ, ലനഫിദൽ ബഹ്ർ കടൽ തീർന്നു പോകും, ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി എൻ്റെ റബ്ബിൻ്റെ വാക്കുകൾ തീരുന്നതിന് മുൻപ്, വലൗ ജിഅനാ ബിമിസ്ലിഹി മദദ അത്ര തന്നെ വീണ്ടും കൊണ്ടുവന്നാലും. യാ സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സമുദ്രത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നാൽ നമ്മുടെ സ്ഥിതി എന്താണ്? അതിൻ്റെ അറ്റം കാണുന്നില്ല നമ്മൾ, അതിൻ്റെ ആഴങ്ങളിൽ ഇതുവരെ മനുഷ്യൻ എത്തിയിട്ടില്ല. മനുഷ്യൻ എത്തുകയോ ഉപകരണങ്ങൾ അയക്കുകയോ പോലും ചെയ്യാത്ത ആഴത്തട്ടുകളുണ്ട് കടലിൽ. ഇനിയും ഇത്രയും കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രവും ഒക്കെ വളർന്നു എന്ന് പറയുന്ന ഈ കാലത്ത് ആ കടലിലെ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ മഷിയാക്കിയാൽ അള്ളാഹുവിൻ്റെ കലിമാത്ത് അതുകൊണ്ട് എഴുതിത്തീരുകയില്ല. അതാണ് അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ. അത് നേരത്തെ അവനുള്ള വിശേഷണമാണ്. അതുപോലെ അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഇനിയും സംസാരിക്കും. അതുകൊണ്ട് അതിന് പറയും ഖദീമുൻ നൗഅ് ഹാദിസുൽ അഹാദ്. അള്ളാഹുവിൻ്റെ സംസാരത്തിന് അങ്ങനെ പണ്ഡിതന്മാർ വിശേഷണം പറഞ്ഞത് കാണാം. ഖദീമുൻ നൗഅ് എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതാണ്, അള്ളാഹു മുമ്പേ ഉള്ളവനാണ്. അതുപോലെ അവൻ സംസാരിക്കുന്നു എന്നതും അവൻ്റെ വിശേഷണമാണ്. അത് ആ വിശേഷണം ഇല്ലാതിരുന്നു പിന്നെ അവൻ ഉണ്ടായതല്ല, മറിച്ച് അവൻ മുമ്പേ സംസാരിക്കുന്നവനാണ്. ഹാദിസുൽ അഹാദ്. അതുപോലെ ഇനിയും അവൻ സംസാരിക്കും, ഓരോ ഘട്ടങ്ങളിൽ അവൻ സംസാരിക്കും. മുമ്പ് പറഞ്ഞത് മാത്രമാണ് അവൻ്റെ സംസാരം എന്നില്ല. കാരണം അതൊക്കെ പണ്ഡിതന്മാർ പറയുന്നത്, അങ്ങനെയൊക്കെ പഠിച്ച വാദങ്ങളുള്ള ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പഴയത് മാത്രമാണ്. പുതിയതായി എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുക എന്ന് റബ്ബിനെ കുറിച്ച് പറയാൻ പാടില്ല, അപ്പോൾ അത് സൃഷ്ടികളെ പോലെ ആയിപ്പോവും എന്ന് പറയുന്ന പിഴച്ച കക്ഷികളുണ്ട്. നോക്കൂ നിങ്ങൾ, അവരുടെ വിവരക്കേട് എത്ര മാത്രം വലുതാണെന്ന് ചിന്തിച്ച് നോക്കി. കാരണം യഥാർത്ഥത്തിൽ ഒരു പടപ്പിനെ കുറിച്ച് നമ്മൾ പറയാം, എന്ത് മുമ്പ് നല്ല കഴിവുള്ള ഒരാളായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്നും മൂപ്പർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് അയാൾക്കുള്ള പുകഴ്ത്തലാണോ അല്ലെങ്കിൽ എഴുത്തലാണോ? അതൊരു പൂർണ്ണതയാണോ അല്ല ന്യൂനതയാണോ? ആർക്കും മനസ്സിലാവും അത് ന്യൂനതയാണ്. പൂർണ്ണത എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ? അയാൾ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. പൂർണ്ണതയെ ന്യൂനതയായി മനസ്സിലാക്കുന്ന ഒരു ഖൗം എന്താണിത്? അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്നവനാണ്. ലാ തദ്രി ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറാ. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിനക്കറിയില്ല, അല്ലാഹു പിന്നീട് പുതുതായി ഒരു കാര്യം കൊണ്ടുവന്നേക്കാം. തലാഖിനെ കുറിച്ചുള്ള ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞത് കാണാം. പുതുതായി അല്ലാഹു ഒരു കാര്യം ചെയ്ത അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത്, അവൻ ഉദ്ദേശിക്കുമ്പോൾ പ്രവർത്തിക്കുന്നവനാണ്. ഫഅാലു ലിമാ യുരീദ്, അവർ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നന്നായി ചെയ്യുന്നവനാണ്. അള്ളാഹുവിൻ്റെ സംസാരം അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവരോട് സംസാരിക്കും. നമ്മൾ മനസ്സിലാക്കുക, എല്ലാ കിതാബുകളും അള്ളാഹു അവതരിപ്പിച്ച മുഴുവൻ ഗ്രന്ഥങ്ങളും അള്ളാഹുവിൻ്റെ സംസാരമാണ്. തൗറാത്തും ഇഞ്ചീലും സബൂറും ഖുർആനും എല്ലാം അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ആരുടെ ഉത്തരവാദിത്തം? അള്ളാഹുവിൻ്റെ നബിമാരുടെ റസൂലുകളുടെ ഉത്തരവാദിത്തം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞത് എന്താണ്?
ജനങ്ങളോട് പറഞ്ഞത് കാണാം, ആരുണ്ട് എൻ്റെ കലാം, എൻ്റെ റബ്ബിൻ്റെ കലാം, ആരുണ്ട് എൻ്റെ റബ്ബിൻ്റെ കലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ, എന്നെ ഒന്ന് സഹായിക്കുവാൻ. ഫഇന്ന ഖുറൈശൻ മനഊനി അൻ ഉബല്ലിഗ കലാമ റബ്ബി, റബ്ബിൻ്റെ കലാം എത്തിച്ചു കൊടുക്കാൻ ഖുറൈശികൾ എനിക്ക് തടസ്സമുണ്ടാക്കുന്നു, എന്നെ അനുവദിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലുകളുടെ ഉത്തരവാദിത്വം അള്ളാഹുവിൻ്റെ കലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നത്, അള്ളാഹുവിൻ്റെ സംസാരം എത്തിച്ചു കൊടുക്കുക എന്നതാണ്. നോക്കൂ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു സംസാരിക്കുകയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഈ പിഴച്ച കക്ഷികൾ പറയുന്നത് പോലെ പറഞ്ഞാൽ, എന്താണ് അതിലൂടെ അവൻ പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ച് ഒരു ന്യൂനതയാണ് അവൻ ആരോപിക്കുന്നത്. കാരണം സംസാരിക്കുകയില്ല എന്നത്, മിണ്ടുന്നില്ല എന്നത് ബിംബങ്ങളുടെ, അള്ളാഹുവിന് പുറമെ ജനങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളുടെ അവയുടെ ന്യൂനതയായി അള്ളാഹു എടുത്തു പറഞ്ഞതാണ് അല്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാം എന്താണ് ബിംബങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞത്? മാലക്കും ലാ തൻതിഖൂൻ, എന്തേ നിങ്ങൾ മിണ്ടാത്തത്, നിങ്ങളെന്തേ ഒന്നും സംസാരിക്കാത്തത്? മൂസ അലൈഹിസ്സലാമിൻ്റെ ജനത മൂസാ നബി അള്ളാഹു നിശ്ചയിച്ച് അവധിക്ക് പോയപ്പോൾ കാളക്കുട്ടിയെ ഇലാഹായി സ്വീകരിച്ചു. അള്ളാഹു ഖുർആൻ അതേക്കുറിച്ച് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, വത്തഖദ ഖൗമു മൂസ മിൻ ബഅദിഹി മിൻ ഹുലിയിഹിം അജ്ലൻ ജസദൻ ലഹു ഖുവാർ അലം യറൗ അന്നഹു ലാ യുകല്ലിമുഹും വലാ യഹ്ദീഹിം സബീല ഇത്തഖദൂഹു വകാനൂ ളാലിമീൻ. മൂസ അലൈഹിസ്സലാം പോയതിനു ശേഷം ആ ജനങ്ങൾ അവരുടെ ആഭരണത്തിൽ നിന്ന് ഒരു കാളക്കുട്ടിയുടെ ശരീരമുണ്ടാക്കി. അതിൽ കാറ്റടിക്കുമ്പോൾ ഒരു മുക്രയിടുന്ന ശബ്ദം പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. അള്ളാഹു പറയുകയാണ്, അലം യറൗ അന്നഹു ലാ യുകല്ലിമുഹും, അവർ കാണുന്നില്ലേ ഈ കാളക്കുട്ടി അവരോടൊന്നും സംസാരിക്കുന്നില്ല എന്ന്. വലാ യഹ്ദീഹിം സബീൽ, അവർക്കൊരു വഴിയും കാണിച്ചു കൊടുക്കുന്നില്ല എന്ന്. അപ്പോൾ നോക്കൂ, അതിൻ്റെ ന്യൂനതയായി അള്ളാഹു പറഞ്ഞതാണ് എന്ത്? അത് മിണ്ടൂല എന്നുള്ളത്. പിന്നെ എങ്ങനെ ആ ന്യൂനത അള്ളാഹുവിനെ കുറിച്ച് പറയാൻ സാധിക്കും? സംസാരിക്കുകയില്ല, മിണ്ടുകയില്ല എന്നത് ന്യൂനതയാണ്, അത് കുറവാണ്. സംസാരിക്കുക എന്നതാണ് പൂർണ്ണത. ആ ന്യൂനത എങ്ങനെയാണ് അള്ളാഹു റബ്ബുൽ ആലമീനെ കുറിച്ച് പറയുക ഒരു മുസ്ലിമിന് സാധിക്കുക? അള്ളാഹുവിൻ്റെ സംസാരം എന്നത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് 5 പദങ്ങളിലൂടെ വിശേഷിപ്പിക്കപ്പെട്ടത് കാണാം. 1 അൽ കലാം, 2 അൽ ഖൗൽ, 3 അൽ ഹദീസ്, 4 അൽ മുനാദാത്ത്, 5 അൽ മുനാജാത്ത്. ഇതെല്ലാം സംസാരത്തിന് പറയുന്ന വാക്കുകളാണ്. കലാം ഖുർആനിൽ വന്നില്ലേ, വകല്ലമ അല്ലാഹു മൂസ തക്ലീമ, അള്ളാഹു സംസാരിച്ചിരിക്കുന്നു. ഖൗൽ എന്ന് പറയും സംസാരത്തിൽ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുള്ളൂ? വഖാല അല്ലാഹു ഇന്നി മഅക്കും വമൻ അഹ്സനു മിനല്ലാഹി ഖീല. അതുപോലെ ഹദീസ്, സംസാരത്തിന് എന്ത് പറയും? ഹദീസ് എന്ന് പറയും. ഖുർആനിൽ വന്നത് കാണാം, വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ, അള്ളാഹുവിനേക്കാൾ സത്യമുള്ള വർത്തമാനം പറയുന്നവൻ ആരുണ്ട്? അതുപോലെ മുനാദാത്ത് എന്ന് പറയും. നാദ എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ആളെ ഉച്ചത്തിൽ വിളിക്കുന്നതിനാണ് എന്തു പറയുക? നാദ എന്ന് പറയുക. അള്ളാഹു മൂസ അലൈഹിസ്സലാമിനെ വിളിച്ചതിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് കാണാം, വനാദൈനാഹു മിൻ ജാനിബി തൂറിൽ ഐമൻ, വനാദൈനാഹു മിൻ ജാനിബി തൂറി അൽ ഐമൻ. ആ പർവ്വതത്തിൻ്റെ അടുത്ത് മൂസ അലൈഹിസ്സലാമിൻ്റെ വലതുഭാഗത്ത് മൂസ അലൈഹിസ്സലാം വിളി കേട്ടു. വനാദൈനാഹു, നാം മൂസയെ വിളിച്ചു. വഖറബ്നാഹു നജിയ, ആയത്തിൽ തന്നെ കാണാം അദ്ദേഹത്തെ നാം അടുപ്പിച്ചു. നജിയൻ, നജി എന്ന് പറഞ്ഞാൽ മുനാജാത്ത് നടത്തിക്കൊണ്ട്, അടുത്ത് വിളിച്ച് കുറഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നതിനാണ് എന്തു പറയാം? മുനാജാത്ത് എന്ന് പറയുക. ഇതെല്ലാം നമുക്ക് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ സംസാരമായി വിശേഷിപ്പിക്കപ്പെട്ടത് കാണാം. അതിലെല്ലാം അതുപോലെ നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു സംസാരിക്കുന്നവനാണ്. സംസാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംസാരം അത് ബിഹർഫിൻ വസൗത്ത്. സംസാരം എന്ന് പറഞ്ഞാൽ അതിൽ ശബ്ദമുണ്ട്, അതുപോലെ അതിൽ അക്ഷരങ്ങളുണ്ട്. ചില പഴച്ച കക്ഷികൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ സംസാരം ഉണ്ട്,
പക്ഷെ അതിന് ഹർഫുണ്ട്, സൗത്തുണ്ട് എന്ന് പറയാൻ പാടില്ല. ശബ്ദമുണ്ട് എന്നോ അക്ഷരങ്ങൾ അതിലുണ്ട് എന്നോ പറയാൻ പാടില്ല എന്ന് പിഴച്ച കക്ഷികൾ പറഞ്ഞത് കാണാം. നമ്മുടെ നാട്ടിലെ അഹ്ലുസുന്ന എന്ന് അവകാശപ്പെടുന്ന പല കക്ഷികളും ഇതുപോലുള്ള വാദങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാത്തവരാണ്. യഥാർത്ഥത്തിൽ ശബ്ദവും അതിൽ അക്ഷരങ്ങളും അതുകൊണ്ടുള്ള പദങ്ങളും ഇല്ല എങ്കിൽ സംസാരമേ ഇല്ല. സംസാരം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. സംസാരം എന്ന് പറഞ്ഞാൽ അത് ശബ്ദമുള്ളതാണ്. അതുപോലെ അതിൽ അക്ഷരങ്ങളും അതുകൊണ്ടുള്ള വാക്കുകളും ഉണ്ടാകും. അതല്ലാതെ സംസാരമില്ല. ഖുർആനിലും സുന്നത്തിലും അക്ഷരങ്ങളെന്നോ ശബ്ദമെന്നോ വന്നിട്ടില്ല എങ്കിൽ കൂടി സംസാരം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. സംസാരം എന്നാൽ അത് തന്നെയാണ്. പക്ഷേ ഖുർആനിലും സുന്നത്തിലും ഹർഫെന്നും സൗത്തെന്നും നേർക്കുനേരെ വന്നിട്ടുമുണ്ട്. ഹർഫെന്നും സൗത്തെന്നും നേർക്കുനേരെ വന്നിട്ടുമുണ്ട്. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹ്ശുറുല്ലാഹുൽ ഇബാദ്, അള്ളാഹു അവൻ്റെ അടിമകളെ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരെ കൊണ്ടുവരും. ഫയുനാദീഹിം, അള്ളാഹു അവരെ വിളിക്കും, ബിസൗത്തിൻ, എങ്ങനെ? ബിസൗത്തിൻ, ഒരു ശബ്ദം മുഖേന, ഒരു ശബ്ദം കേൾപ്പിച്ച് അള്ളാഹു അവരെ വിളിക്കും. യസ്മഉഹു മൻ ബഅദ് കമാ യസ്മഉഹു മൻ ഖറബ്, യസ്മഉഹു മൻ ബഅദ് കമാ യസ്മഉഹു മൻ ഖറബ്, അടുത്തുള്ളവൻ ആ ശബ്ദം എങ്ങനെ കേൾക്കുന്നു അതുപോലെ അകലെയുള്ളവനും കേൾക്കും. അള്ളാഹു സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ ശബ്ദം എന്താണ് അള്ളാഹു പറയുക? ആനൽ മലിക് അനദ്ദയ്യാൻ എന്ന് അള്ളാഹു പറയും. ഞാനാണ് യഥാർത്ഥ രാജാവ്. അനദ്ദയ്യാൻ, ഞാനാണ് അദ്ദയ്യ. അള്ളാഹുവിൻ്റെ പേരുകളിലൊന്നാണ് അത്. അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാൻ അവൻ്റെ അടിമകളെല്ലാം അവരെ വിചാരണ ചെയ്യുന്ന, അവർക്ക് പ്രതിഫലവും ശിക്ഷവും നൽകുന്ന ദയ്യാനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ. നോക്കൂ, ഹദീസിൽ അള്ളാഹുവിൻ്റെ സംസാരം അത് എന്തുള്ളതാണെന്ന് നമുക്ക് ആ ഹദീസിലൂടെ മനസ്സിലായി. സൗത്തുള്ളതാണ്, ശബ്ദമുള്ളതാണ്, അതുപോലെ അക്ഷരമുള്ളതാണ്, ഹർഫുണ്ടതിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു കദാ വകദാ ഹസന والحسنة بعشر أمثالها لا أقول ألف لام ميم حرف ولكن ألف حرف ولام حرف وميم حرف. من قرأ حرفا من كتاب الله, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ്, ഒരു അക്ഷരം ഒരാൾ പാരായണം ചെയ്താൽ, ഫലഹു കദാ വകദാ ഹസന, അവന് ഇത്ര പ്രതിഫലമുണ്ട്. വൽഹസനതു ബിഅശ്രി അംസാലിഹാ, ഒരു പ്രതിഫലം, ഒരു നന്മ എന്നാൽ അതിൻ്റെ 10 ഇരട്ടിയാണ്. ലാ അഖൂൽ അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അത് ഒരൊറ്റ ഹർഫാണ്, ഒരൊറ്റ അക്ഷരമാണെന്ന് ഞാൻ പറയുകയില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്, അക്ഷരമാണ്. ലാം ഒരു അക്ഷരമാണ്, മീം ഒരു അക്ഷരമാണ്. ആരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അള്ളാഹുവിൻ്റെ കലാം അത് അക്ഷരങ്ങളുള്ളതാണ്, അത് ശബ്ദമുള്ളതാണ്. നോക്കൂ, ഇതാണ് അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ സംസാരം. ഇനി നോക്കൂ, ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നത്. അള്ളാഹുവിൻ്റെ സംസാരം എന്നാൽ ഖുർആൻ മാത്രമാണോ? അല്ല, ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സംസാരം ഖുർആൻ മാത്രമല്ല. തൗറാത്ത് അള്ളാഹുവിൻ്റെ സംസാരമാണ്, ഇൻജീൽ അള്ളാഹുവിൻ്റെ സംസാരമാണ്, സബൂർ അള്ളാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹു ആദം നബിയോട് സംസാരിച്ചിട്ടുണ്ട്, ജിബ്രീലിനോട് സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചിട്ടുണ്ട്. നാളെ പരലോകത്ത് അവൻ സ്വർഗത്തിൽ സംസാരിക്കും. അതിനറ്റമില്ല. ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരങ്ങളിൽ ഒന്നാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിന് ഈ ഖുർആൻ പറഞ്ഞു കൊടുത്തു. وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك لتكون من المنذرين بلسان عربي مبين وإنه لتنزيل رب العالمين. رب العالمين آية الله إن قلنا نودر بك بتدان. نزل به الروح الأمين إذا ما يرني دارن الروح الأمين
വിശ്വസ്താത്മാവായ ജിബ്രീലാണ്. ആലാ ഖൽബിക, ഓ നബിയെ താങ്കളുടെ ഹൃദയത്തിൽ, ലിതകൂന മിനൽ മുൻദിരീൻ, താങ്കൾ താക്കീത് ചെയ്യുന്ന നബിമാരിൽ ഒരാളാകാൻ വേണ്ടി, ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ. ഈ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനോട് സംസാരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം ആ സംസാരം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് എത്തിച്ചു കൊടുക്കുകയുണ്ടായി. അതുകൊണ്ടാണ് നോക്കൂ, നമ്മുടെ ഈ കവിതയിൽ ഹയ്യയിലെ അടുത്ത വരി എന്താണ്? വലാ തകു ഫിൽ ഖുർആനി ബിൽ വഖ്ഫി ഖായിലൻ കമാ ഖാല അത്ബാഉ ലിജഹ്മിൻ വഅസ്ജഹു. വലാ തകു ഫിൽ ഖുർആനി ബിൽ വഖ്ഫി ഖായിലൻ, വലാ തകു, നീ ആയിത്തീരരുത്, ഫിൽ ഖുർആനി, ഖുർആനെ കുറിച്ച്, ബിൽ വഖ്ഫി ഖായിലൻ, നീ അതേക്കുറിച്ച് അള്ളാഹുവിൻ്റെ സംസാരമെന്നോ അല്ല സംസാരമല്ല എന്നോ പറയാത്തൊരു മറ്റൊരു പിഴച്ച വിഭാഗമുണ്ട്. ഞങ്ങളതിൽ തവക്കുഫാണ് എന്ന് പറയുന്നൊരു വിഭാഗം. അതിൽ നീ പെട്ടുപോകരുത്. കമാ ഖാല അത്ബാഉ ലിജഹ്മിൻ വഅസ്ജഹു, ആ പിഴച്ച കക്ഷികളുടെ നേതാവായ ജഹ്മ് ഇബ്നു സഫ്വാൻ, അവരുടെ അനുയായികളായ ആളുകൾ പറഞ്ഞതുപോലെ, വഅസ്ജഹു, ആ കാര്യത്തിൽ ഒരു അലംഭാവം വരുത്തിയ ആളുകളെ പോലെ നീ ആകരുത് എന്ന് പറയും. ജഹ്മികൾ എന്നറിയപ്പെടുന്ന പിഴച്ച വിഭാഗം അള്ളാഹുവിൻ്റെ സിഫത്തുകളെ, അവൻ്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്നവരാണ്. അവർ പറഞ്ഞു ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, കലാമല്ല, സംസാരമല്ല, അള്ളാഹു സംസാരിക്കുകയില്ല. അപ്പോൾ വേറൊരു കൂട്ടർ പറഞ്ഞു എന്ത്? അവർ പറഞ്ഞു ഞങ്ങൾ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നോ അല്ലെന്നോ പറയുകയില്ല. യഥാർത്ഥത്തിൽ അതിലൂടെ അവരും ഈ പറയുന്ന വാദത്തിൽ, ജഹ്മിൻ്റെ വാദത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ല എങ്കിൽ ഒരു മുസ്ലിം പറയേണ്ടത് എന്താണ്? ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നത്. അതാണ് അള്ളാഹു പറഞ്ഞത്, അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിലെ അശ്അരികൾക്ക് ഒരു വാദമുണ്ട്. എന്താണത്? ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ അള്ളാഹുവിൽ നിന്ന് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തതല്ല, മറിച്ച് ലൗഹുൽ മഹ്ഫൂദിൽ ഖുർആൻ ഉണ്ടല്ലോ, അവിടെ നിന്നെടുത്ത് ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തതാണ് എന്ന്. അത് തെറ്റാണ്. മറിച്ച് ഖുർആൻ അല്ലാഹു റബ്ബുൽ ആലമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുക്കുകയാണ്. ജിബ്രീൽ റബ്ബിൽ നിന്ന് എൻ്റെ വഹയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് എത്തിച്ചു കൊടുക്കുകയാണ്. ലൗഹുൽ മഹ്ഫൂദിൽ ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്, യാതൊരു സംശയവുമില്ല. അതിൽ ഖുർആനും തൗറാത്തും ഇഞ്ചീലും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഖുർആൻ ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ ഖുർആനുമായി വന്നത് എവിടെ നിന്നാണ്? അള്ളാഹുവിൽ നിന്ന് അത് കേട്ടിട്ടാണ് വന്നത്. അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുകയും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് എത്തിച്ചു കൊടുക്കുകയുമാണ് ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആനെ കുറിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കും? അഹ്ലുസുന്നത്ത് ഖുർആനെ കുറിച്ച് എന്താണ് പറയുക? കലാമുല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖിൻ മിൻഹു ബദഅ വ ഇലൈഹി യഊദ്. എന്താണ് ഖുർആനെ കുറിച്ച് നമ്മുടെ വിശ്വാസം? ഖുർആനു കലാമുല്ലാഹ്, ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്, അല്ലാഹുവിൻ്റെ സംസാരമാണ്. ഗൈറു മഖ്ലൂഖിൻ, സൃഷ്ടിയല്ലാതെ, അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, പറഞ്ഞുകൂടാ അങ്ങനെ. മുനസ്സലുൻ, അത് മുനസ്സൽ, അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്. കലാമുല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ്, അള്ളാഹുവിൻ്റെ കലാമാണ്, അത് മുനസ്സലാണ്, അവനിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയതാണ്, ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നതാണ്. ഗൈറു മഖ്ലൂഖ്, സൃഷ്ടിയല്ല. മിൻഹു ബദഅ, അള്ളാഹുവിൽ നിന്നാണ് അത് വന്നത്. വ ഇലൈഹി യഊദ്, അവനിലേക്ക് തന്നെ അത് തിരിച്ചു പോവുകയും ചെയ്യും, അവനിലേക്ക് തന്നെ അത് തിരിച്ചു പോവുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഇവിടെയാണ് അതുള്ളത്, അള്ളാഹു പറഞ്ഞതാണ്. നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, وَإِنْ أَحَدٌ مِّنَ الْمُشْرِكِينَ اسْتَجَارَكَ فَأَجِرْهُ حَتَّى يَسْمَعَ كَلَامَ اللَّهِ ثُمَّ أَبْلِغْهُ مَأْمَنَهُ. സൂറത്ത് തൗബയിൽ നിങ്ങൾക്ക് ആയത്ത് കാണാം. وَإِنْ أَحَدٌ مِّنَ الْمُشْرِكِينَ اسْتَجَارَكَ, ഓ നബിയെ, താങ്കളുടെ മുശ്രിക്കുകളിൽ ആരെങ്കിലും അഭയം തേടി വന്നാൽ,
ഫഅജിരുഹു, അവൻ അഭയം കൊടുക്കുക, അവൻ അഭയം കൊടുക്കുക. ഹത്ത യസ്മഅ കലാം അല്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ കലാം കേൾക്കാൻ സൗകര്യപ്പെടുമാറ് നിങ്ങൾ എന്ത് ചെയ്യുക? ആ മുശ്രിക്കായ അഭയം തേടി വന്നവന് അഭയം നൽകുക. സുമ്മ അബ്ലഗ്ഹു മഅ്മന, പിന്നീട് അവന് സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു പറയുകയാണ് അവൻ്റെ ഖുർആനിൽ, അവൻ്റെ ഖുർആനെ കുറിച്ച് കലാം അല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാണ് ഇത്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. മുനസ്സൽ, അവനിൽ നിന്നിറങ്ങിയതാണ്. ഖുർആനിൽ എത്ര ആയത്തിലുണ്ട്? തൻസീലും മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ്. അത് സൃഷ്ടിയല്ല. കാരണം അള്ളാഹുവിൻ്റെ സിഫത്ത് എങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാകും? അവൻ്റെ വിശേഷണമാണ് അത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബികലിമാത്തില്ലാഹ് എന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ കലിമത്ത് കൊണ്ട്, അവൻ്റെ വചനം മുഖേന ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അല്ലേ? അള്ളാഹുവിൻ്റെ കലാം കൊണ്ടല്ലാതെ അവൻ്റെ സൃഷ്ടിയെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടി മുഖേന അള്ളാഹുവിനോട് കാവൽ തേടുകയില്ല. ഇമാം അഹ്മദ് പറഞ്ഞ തെളിവാണ്. ലാ യുസ്തആദു ബിമഖ്ലൂഖ്, ഒരു പടപ്പിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിനോട് കാവൽ തേടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ സിഫത്തായതുകൊണ്ടാണ് അത് മുഖേന അള്ളാഹുവെ ഞാൻ എന്നോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞത്. ഏതുപോലെ അഊദു ബിഇസ്സത്തില്ലാ, നിങ്ങൾ കേട്ടിട്ടില്ലേ പല ദുആയിലും? അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി, അള്ളാഹുവിൻ്റെ ഇസ്സത്ത് മുഖേന, അവൻ്റെ ഖുദ്റത്ത് മുഖേന ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. അതേസമയം ഒരു പടപ്പ് മുഖേന അതിന് മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് കാവൽ തേടിക്കൂടാ. അള്ളാഹുവിൻ്റെ സിഫത്ത്, അവൻ്റെ വിശേഷണം മുഖേന അള്ളാഹുവിനോട് കാവൽ തേടാം, അള്ളാഹുവിനോട് കാവൽ തേടാം. അതേസമയം അള്ളാഹുവിൻ്റെ വിശേഷണത്തെ അള്ളാഹുവിനെ വിളിക്കുന്ന പോലെ വിളിക്കരുത്. യാ റഹ്മത്ത് അല്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യമേ എന്ന് വിളിക്കരുത്. മറിച്ച് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക, അല്ലാഹു നിന്റെ റഹ്മത്ത് മുഖേന ഞാൻ നിന്നോട് ചോദിക്കും. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ തവസ്സുലാക്കി തേടാം. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ അത് മുഖേന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ആ വിശേഷണങ്ങളെ തന്നെയല്ല വിളിക്കേണ്ടത്, അള്ളാഹുവിനെയാണ് വിളിക്കേണ്ടത്. കാരണം ആ വിശേഷണങ്ങളുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവനാണ് ആ വിശേഷണങ്ങളുള്ളത്, അവനാണ് ആ വിശേഷണങ്ങൾ ഉള്ളത്. നോക്കൂ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമാണ്, അവനിൽ നിറങ്ങിയതാണ്, അത് സൃഷ്ടിയല്ല, അവനിൽ നിന്നാണ് വന്നത്. ഇലൈഹി യഊദ്, അവനിലേക്ക് അത് തിരിച്ചു പോവുകയും ചെയ്യും. ഖുർആൻ അത് അള്ളാഹുലേക്ക് തിരിച്ചു പോകും, അവനത് തിരിച്ചെടുക്കും. അന്ത്യനാളായാൽ, അവസാന കാലമായാൽ ഖുർആൻ പഠിച്ചവരുടെ ഹൃദയത്തിൽ നിന്ന് അത് നീങ്ങിപ്പോകും. മുസ്ഹഫുകൾ തുറന്നു നോക്കിയാൽ അതിൽ ഖുർആൻ കാണുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഖുർആൻ കൊണ്ടുള്ള അമൽ, അതുകൊണ്ടുള്ള പ്രവർത്തനം, അതുകൊണ്ടുള്ള പ്രവർത്തനം ആളുകൾ അവസാനിപ്പിച്ചാൽ അള്ളാഹു ഒരാളും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ കലാം ഇവിടെ നിലനിർത്തുകയില്ല. ഏതുപോലെ അവസാന കാലത്ത് കഅബ തകർക്കപ്പെടും. യമനിൽ നിന്ന് വരുന്ന ഒരുവൻ ആ കഅബ ഓരോ കല്ലുകളായി ഇളക്കിയെടുത്ത് തകർക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അവസാന കാലത്ത്. കാരണം റബ്ബിൻ്റെ ബൈത്ത് അത് ആരുമില്ലാത്ത അവസ്ഥയിൽ, ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ അള്ളാഹു ഭൂമിയിൽ നിലനിർത്തുകയില്ല. അള്ളാഹുവിൻ്റെ കലാമും അങ്ങനെ തന്നെയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം, ലയുസ്റയന്ന അലൽ ഖുർആനി ذات ليلة فلا يترك آية في مصحف ولا في قلب أحد إلا رفعت. ഒരാളുടെ ഹൃദയത്തിലോ ഒരു മുസ്ഹഫിൻ്റെ കടലാസിലോ നിലനിൽക്കാത്ത രൂപത്തിൽ ഒരു രാത്രി ഖുർആൻ എടുത്തുയർത്തപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ പലരും പറഞ്ഞത്, ഈ ഇൽമ് എടുത്തുയർത്തപ്പെടുന്നതിന് മുമ്പ് നീ ഇത് പഠിച്ചുകൊള്ളുക, ഖുർആൻ ഉയർത്തപ്പെടുന്നതിന് മുമ്പ് പഠിച്ചുകൊള്ളുക, വേഗമാകട്ടെ. കാരണം അറിവ് ഉയർത്തപ്പെടും, സംശയമില്ലാതെ. ഖിയാമത്ത് നാളാകുമ്പോൾ അറിവ് ഒന്നൊന്നായി ഭൂമിയിൽ നിന്ന് നീങ്ങിപ്പോകും. ഒടുവിൽ എല്ലാ അറിവിൻ്റെയും പ്രഭവ കേന്ദ്രമായ ഈ ഖുർആനും എടുത്തുയർത്തപ്പെടും. കാരണം ഈ ഖുർആനിൽ നിന്നാണ് ശറഈൻ്റെ, ദീനിൻ്റെ എല്ലാ വിജ്ഞാനങ്ങളും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ആകത്തുക യഥാർത്ഥത്തിൽ ഖുർആനിലുണ്ട്. ഒന്നുകിൽ സൂചന, അല്ലെങ്കിൽ വിശദമായി. ഈ രൂപത്തിൽ ഖുർആനിൽ പറയപ്പെടാത്തൊരു വിജ്ഞാനവുമില്ല എന്നാണ്. ഒന്നുകിൽ സൂചന എന്ന നിലക്ക്, അല്ലെങ്കിൽ വിശദമായി. അള്ളാഹുവിൻ്റെ ഖുർആനിൽ പരാമർശമില്ലാതെ ഒരു കാര്യവുമില്ല എന്നാണ്. നോക്കൂ, അതുകൊണ്ട് അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കണം.
ഖിയാമത്ത് നാളിൻ്റെ അടയാളമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ധാരാളം കാര്യങ്ങളുണ്ട് അല്ലേ? അറിവ് കുറയും, ജഹൽ വിവരക്കേട് വ്യാപിക്കും, അതുപോലെ കൊലപാതകങ്ങൾ വർദ്ധിക്കും, ഫിത്നകൾ വർദ്ധിക്കും, വ്യഭിചാരം വർദ്ധിക്കും, അക്രമങ്ങൾ വർദ്ധിക്കും. യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഈ പറയപ്പെട്ട കൊലപാതകം, അക്രമം, വൃത്തികേടുകൾ ഇതൊക്കെ വർദ്ധിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? ആദ്യം പറഞ്ഞതാണ്, എന്ത്? അറിവില്ലാതായി പോകും, അജ്ഞത വർദ്ധിക്കും. കാരണം അപ്പോഴാണ് ആളുകൾ ഈ രൂപത്തിൽ തിന്മയുടെ ആളുകളായി തീരുക, യഥാർത്ഥ വിജ്ഞാനം ആളുകളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ. അതുകൊണ്ടത് നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് നമ്മളത് പഠിച്ചെടുക്കണം. അള്ളാഹു നമുക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം നൽകുമാറാകട്ടെ. നോക്കൂ, ഇതാണ് ഖുർആനെ കുറിച്ച് നമ്മുടെ വിശ്വാസം. ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. കലാമുല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖിൻ മിൻഹു ബദഅ വ ഇലൈഹി യഊദ്. എന്താണ് ഹായിയയിലെ അടുത്ത വരി? വലാ തഖുലിൽ ഖുർആനു ഖൽഖുൻ ഖറഅതുഹു ഫഇന്ന കലാമല്ലാഹി ബില്ലഫ്ളി യൂദഹു. അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചെല്ലാമുള്ള ഒരു പിഴച്ച വിശ്വാസത്തെക്കുറിച്ച്, അതേക്കുറിച്ച് താക്കീത് ചെയ്യുകയാണ് ഇമാം ഈ വരിയിലൂടെ. വലാ തഖുൽ, നീ പറയരുത്, അൽ ഖുർആനു ഖൽഖുൻ ഖറഅതുഹു, ഞാൻ ഓതിയാൽ അത് പിന്നെ അള്ളാഹുവിൻ്റെ കലാമല്ല, അത് സൃഷ്ടിയാണ് എന്ന് നീ പറയരുത്. ഫഇന്ന കലാമല്ലാഹി ബില്ലഫ്ളി യൂദഹു, കാരണം ഉച്ചരിക്കുന്നതിലൂടെ മാത്രമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ ആളുകൾക്ക് വെളിവാവുക. എന്താണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു പിഴച്ച വാദമുണ്ട്. എന്താണത്? ലഫ്ദി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതിലൂടെ മോശമായ അർത്ഥവും ഉദ്ദേശിക്കാറുണ്ട് ആളുകൾ, ശരിയായ അർത്ഥവും ഉദ്ദേശിക്കാറുണ്ട്. എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്ന മോശമായ അർത്ഥം? അതായത് ഞാൻ ഓതിയാൽ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ കലാമല്ല, മറിച്ച് അത് സൃഷ്ടിയാണ് എന്നതാണ് ആ വാദം, മോശമായ വാദം. അതേസമയം ആ പദത്തിലൂടെ തന്നെ നമുക്ക് വേറൊരു കാര്യം ഉദ്ദേശിക്കാം. എന്താണത്? ഈ ശബ്ദം അത് എൻ്റെതാണ്, ഈ ചലിക്കുന്ന ചുണ്ടുകളും നാവും എൻ്റെതാണ്, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഈ രണ്ട് അർത്ഥവും ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് ലഫ്ദി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്നൊരു പ്രയോഗം. അത് പിൽക്കാലത്ത് ചില ആളുകൾ പറഞ്ഞപ്പോൾ അഹ്മദിനെ പോലെയുള്ള ആളുകൾ അത് പറയുന്നത് വിലക്കുകയുണ്ടായി. കാരണം ഇങ്ങനെ ദ്വയാർത്ഥമുള്ള, രണ്ടർത്ഥമുള്ള വാക്കുകൾ ദീനിനെ കുറിച്ച് പറയുക എന്നത് പാടില്ലാത്തതാണ്. അത് പാടില്ലാത്തതാണ്, അത് തെറ്റായ കാര്യമാണ്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് പിഴച്ചൊരു വാദം എന്ന് പറഞ്ഞാൽ, ഒരാൾ പാരായണം ചെയ്താൽ അപ്പോൾ അത് മഖ്ലൂഖാണ്, സൃഷ്ടിയാണ് എന്ന വാദം, അത് തെറ്റാണ്. എന്താണത്? കാരണം ഒരാൾ പാരായണം ചെയ്യുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് തലഫുൽ, ഉച്ചരിക്കുക എന്ന പ്രവൃത്തി. രണ്ട് മൽഫൂൽ, എന്താണ് കേട്ടത്, എന്താണ് കാര്യം എന്നത്. അവിടെ അയാൾ ഓതിയത് ഖുർആനാണ്, അത് അള്ളാഹിൻ്റെ കലാമാണ്. എന്നാൽ ആ ശബ്ദം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അവൻ്റെ ശബ്ദം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അവൻ്റെ ചുണ്ടുകൾ, അവൻ്റെ നാവ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. നോക്കൂ നിങ്ങൾ, ഒരു സംസാരം അത് ആദ്യം ആരാണോ പറഞ്ഞത് അവരുടേതാണ് ആ സംസാരം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഞാൻ പറയുകയാണ്, ഞാനിവിടെ ഇരുന്ന് പറയുകയാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിങ്ങൾ പറയൂ, ഇത് ആരുടെ വാക്കാണ്? ആരുടെ വാക്കാണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഞാൻ ചോദിക്കട്ടെ, ഇത് ആരുടെ വാക്കാണ്? ആരുടെ വാക്കാണ്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് പറഞ്ഞത്. അത് ആര് കേട്ട് അത് ഉദ്ധരിച്ചാലും അത് അവൻ്റെ വാക്കാവുകയില്ല. അത് ആരുടെ വാക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഒരു കാര്യം അത് ആദ്യം ആര് പറഞ്ഞുവോ അവരുടെ വാക്കാണത്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. ആരത് ഓതിയാലും എഴുതിയാലും കേട്ടാലും മനഃപ്പാടമാക്കിയാലും ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. ഒരാളത് ഓതിയാലും കേട്ടാലും എഴുതിയാലും മനഃപ്പാടമാക്കിയാലും. ഒരാൾ ഖുർആൻ ഓതിയാൽ അവൻ ഓതിയത് എന്താണ്? അള്ളാഹുവിൻ്റെ കലാമാണ്. ഒരുവൻ ഖുർആൻ എഴുതിയാൽ അവൻ എഴുതിയത് എന്താണ്? അള്ളാഹുവിൻ്റെ കലാമാണ് അവൻ എഴുതിയത്.
ഒരാൾ ഖുർആൻ ഹൈഫുള്ളാക്കിയാൽ അവൻ എന്താണ് ഹൈഫുള്ളാക്കിയത്? അള്ളാഹുവിൻ്റെ ഖുർആനാണ് ഹൈഫുള്ളാക്കിയത്. ഒരാൾ ഖുർആൻ കേട്ടാൽ അവൻ എന്താണ് കേട്ടത്? അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ സംസാരമാണ് അവൻ കേട്ടത്. മനസ്സിലായില്ലേ? ഇതാണ് ശരി. എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തു തൗബയിലെ ആയത്ത്, അവരായത്ത് മാത്രം ചിന്തിച്ചാൽ നിങ്ങൾക്കത് വ്യക്തമാകും. അള്ളാഹു പറയുകയാണ്, വഇൻ അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജിറുഹു ഹത്താ യസ്മഅ കലാം അല്ലാഹ് സുമ്മ അബ്ലിഗ്ഹു മഅ്മനഹ. മുശ്രിക്കുകളിൽ ആരെങ്കിലും ഓ നബിയെ അങ്ങയുടെ അരികിൽ അഭയം തേടി വന്നാൽ അവന് അഭയം കൊടുക്കുക. ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ കലാം കേൾക്കാൻ വേണ്ടി. മുശ്രിക്കിന് മുസ്ലിമീങ്ങൾ അഭയം കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കലാം ഈ മുശ്രിക്ക് ആരിൽ നിന്നാണ് കേൾക്കുന്നത്? അള്ളാഹുവിൽ നിന്നാണ് കേൾക്കുന്നത്? നേർക്കുനേരെ അല്ല, മുസ്ലിമീങ്ങൾ ഓതിയിട്ടാണ് ഈ കേൾക്കുന്നത്. മുസ്ലിമീങ്ങൾ ഓതിയിട്ട് അവൻ കേൾക്കുന്ന ഖുർആനെ അള്ളാഹു വിശേഷിപ്പിച്ചത് എന്താണ്? കലാം അല്ലാഹ്. ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ കലാം കേൾക്കാൻ വേണ്ടി നിങ്ങൾ അവന് അഭയം നൽകുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഖുർആൻ ആരോദിയാലും അത് അള്ളാഹുവിൻ്റെ കലാമാണ്. ആര് മനഃപ്പാടമാക്കിയാലും കേട്ടാലും എഴുതിയാലും അത് അള്ളാഹുവിൻ്റെ കലാമാണ്. എന്നാൽ നമ്മളൊരു മുസ്ഹഫിൽ എഴുതുന്നു, ഒരു കടലാസിൽ എഴുതുന്നു, ആ കടലാസ് മഖ്ലൂഖാണ്, മഷി മഖ്ലൂഖാണ്. ഒരാൾ ഓതുമ്പോൾ അവൻ്റെ ശബ്ദം മഖ്ലൂഖാണ്. ഇത് രണ്ടും വേർതിരിക്കാനാണ് പണ്ഡിതന്മാർ വളരെ മനോഹരമായ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത്. എന്താണത്? അൽ ഖൗലു ഖൗലുൽ ബാരി വസ്സൗതു സൗതുൽ ഖാരി. അൽ ഖൗലു ഖൗലുൽ ബാരി വസ്സൗതു സൗതുൽ ഖാരി. വാക്കാരുടെ വാക്കാണ്, ബാരി ആയ സർട്ടാവായ അള്ളാഹുവിൻ്റെ വാക്കാണ്. വസ്സൗതു സൗതുൽ ഖാരി, ശബ്ദമാരുടെ ശബ്ദമാണ്, ഖാരിൻ്റെ ഓതുന്നവൻ്റെ ശബ്ദമാണ്. അത്രയേ ഉള്ളൂ. അൽ ഖൗലു ഖൗലുൽ ബാരി വസ്സൗതു സൗതുൽ ഖാരി. ഇതാണ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം. നോക്കൂ നിങ്ങൾ, ഇനി നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ പല പിഴച്ച കക്ഷികൾ, അശാരികൾ, നമ്മുടെ നാട്ടിലെ അശാരികൾ, അതുപോലുള്ള ആളുകൾ, അങ്ങനെയുള്ള കക്ഷികൾ പലരും ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് ഒരു നിലക്ക് പറയുകയും വേറൊരു നിലക്ക് അതിനെ നിഷേധിക്കുകയും ചെയ്യും. അവർ പറയും അള്ളാഹുവിന് കലാമുണ്ട്, സംസാരിക്കും. പക്ഷേ ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹിക്കായത്ത് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഇബാറത്ത് മാത്രമാണ്, അതിൻ്റെ ഒരു പതിപ്പ് മാത്രമാണ്. അതല്ലാതെ ഇതല്ല അള്ളാഹുവിൻ്റെ കലാം. ഈ രൂപത്തിലുള്ള ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ പഠിപ്പിക്കാത്ത തെറ്റായ വാദങ്ങൾ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞുകൂടാ. ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാക്കുക. ഖുർആൻ ആര് ഓതിയാലും അത് അള്ളാഹുവിൻ്റെ കലാം തന്നെയാണ്, എഴുതിയാലും പഠിച്ചാലും എല്ലാം. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ല, മറിച്ച് സൃഷ്ടിയാണ് എന്ന വാദം യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്ഭവം യഹൂദികളിൽ നിന്നാണ്, ജൂതന്മാരിൽ നിന്നാണ്. കാരണം അവർക്കിടയിൽ അറിയപ്പെട്ട, അവർ പിന്നീട് ഇത്തിഫാഖിലായിട്ടുള്ള, ഏകോപിച്ച അഭിപ്രായത്തിലായിട്ടുള്ളതാണ് തൗറാത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന വാദം. അവർക്കിടയിൽ ഈ വാദം, അവരിലെ പണ്ഡിതന്മാർക്കിടയിൽ പിൽക്കാലത്ത് ഇത്തിഫാഖായിട്ടുള്ളതാണ്. തൗറാത്ത് അള്ളാഹുവിൻ്റെ കലാമല്ല, മറിച്ച് എന്താണ്? സൃഷ്ടിയാണ് എന്ന വാദം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ജഹ്മ് ബിൻ സഫ്വാൻ എന്ന് പറയുന്ന ജഹ്മികളുടെ നേതാവായി അറിയപ്പെട്ടവനിൽ നിന്നാണ് ഈ വാദം മുസ്ലിം ലോകത്ത് വളരെ അറിയപ്പെട്ടത്. പക്ഷെ അവൻ യഥാർത്ഥത്തിൽ അത് സ്വീകരിച്ചത് ജഅദ് ബിൻ ദിർഹം എന്നു പേരുള്ള അവൻ്റെ ഉസ്താദായ അങ്ങേയറ്റം പിഴച്ച ഒരുവനിൽ നിന്നാണ്. അവൻ പറഞ്ഞു, അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് സംസാരിച്ചിട്ടില്ല, അള്ളാഹു ഇബ്രാഹിം നബിയെ ഖലീലായി സ്വീകരിച്ചിട്ടുമില്ല. ഇതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത വാക്കുകൾ, അള്ളാഹു പറഞ്ഞ വാക്കുകൾ. ഖാലിദുൽ ഖസ്രി എന്നു പേരുള്ള മുസ്ലിമീങ്ങളുടെ അമീറുമാരിൽ ഒരാൾ ഒരു ബലിപെരുന്നാളിന് അവനെ അറുത്തുകൊണ്ട് അവന് വധശിക്ഷ നടപ്പിലാക്കി എന്നാണ്. അവനെ അറുത്തുകൊണ്ട് വധശിക്ഷ അദ്ദേഹം നടപ്പിലാക്കി. അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഉദ്ഹയ്യത്ത് അറുത്തുകൊള്ളൂ, ഞാൻ ജഅദിനെ അറുക്കുകയാണ്. അവൻ പറഞ്ഞു, അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് സംസാരിച്ചിട്ടില്ല, ഇബ്രാഹിം നബി അള്ളാഹു ഖലീലായി സ്വീകരിച്ചിട്ടുമില്ല എന്ന്. അഹ്ലുസുന്നത്തിൻ്റെ മുസ്ലിമീങ്ങളുടെ പഴയ അമീറുമാർ ഈ രൂപത്തിലുള്ള ബിദ്അത്തുകളും കുഫറുകളും പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് മുസ്ലിം ഉമ്മത്തിലെ ഭരണാധികാരികൾ എന്ന നിലക്ക്, മുസ്ലിം ഉമ്മത്തിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളാണ് അവർ എന്ന നിലക്ക് നൽകിയ ശിക്ഷകളായിരുന്നു അവൻ. ഈ ജഅദിനെ കുറിച്ച്
നമുക്ക് കാണാം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് അയാൾ അത് അവൻ്റെ പിഴച്ച വിശ്വാസം സ്വീകരിച്ചത് ബയാൻ ഇബ്നു സമആൻ എന്നു പേരുള്ള ഒരാളിൽ നിന്നാണ്. അബാൻ ഇബ്നു സമആൻ എന്നും ചില കിതാബുകളിൽ അവൻ്റെ പേര് പറയപ്പെട്ടിട്ടുണ്ട്. ബയാൻ എന്നും അബാൻ എന്നും രണ്ടും പറയപ്പെട്ടത് കാണാം. ഇയാളത് സ്വീകരിച്ചത് താലൂത്ത് എന്നു പേരുള്ള ഒരാളിൽ നിന്നാണ്. ഈ താലൂത്ത് ആരായിരുന്നു? ഈ താലൂത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്ത ലബീദ് ഇബ്നുൽ അസം എന്ന യഹൂദിയുടെ പെങ്ങളുടെ മകനായിരുന്നു, മരുമകനായിരുന്നു. ആര്? താലൂത്ത്. അപ്പം നോക്കൂ, ഈ വാദത്തിൻ്റെ സനദ് എത്രമാത്രം വികൃതമായ മോശമായ സനദാണ്. ആരിലേക്കാണ് ഇത് എത്തിപ്പെടുന്നത്? ലബീദ് ഇബ്നുൽ അസമിലേക്ക്, യഹൂദിയായ ലബീദ് ഇബ്നുൽ അസമിലേക്കാണ് ഈ വാദത്തിൻ്റെ സനദ് എത്തിപ്പെടുന്നത് എന്നാണ്. ജഹ്മികളുടെ വാദം, ജഹ്മ് ഇബ്നു സഫ്വാൻ എന്ന് പറയുന്ന ആളുകളുടെ അനുയായികളുടെ വാദം എന്താണ്? അള്ളാഹുവിൻ്റെ മുഴുവൻ സിഫത്തുകളും അവൻ്റെ വിശേഷണങ്ങളെല്ലാം നിഷേധിക്കുക, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ തള്ളിക്കളയുക എന്നതാണ് അവരുടെ വാദം. ഇവരുടെ നേതാക്കന്മാരായി ഇവരുടെ വാദങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ പ്രചരിപ്പിച്ചവരായി അറിയപ്പെടുന്ന കുപ്രസിദ്ധരായ പലരുമുണ്ട്. ബിഷർ അൽ മിരീസി എന്ന് പറയുന്നവൻ, ഇമാം അദ്ദാരിമി റഹിമഹുല്ലാ, അവന് മറുപടി എഴുതിയിട്ടുണ്ട്. അതുപോലെ അഹ്മദ് ഇബ്നു അബി ദുആത്ത്, ഇമാം അഹ്മദിൻ്റെ കാലത്താണ് ജീവിച്ചത്. പേരും അഹ്മദ് എന്നാണ്, പക്ഷെ ഒന്ന് അഹ്മദുൽ ഖൈർ, മറ്റൊന്ന് അഹ്മദ് ഷർറുമാണ്. അഹ്മദ് ഇബ്നു അബി ദുആത്ത് എന്നു പേരുള്ള ഇമാം അഹ്മദിനെ ഖലീഫമാർ ഉപദ്രവിക്കാൻ പ്രേരണ നൽകിയ അങ്ങേറ്റം വഴികേടിൻ്റെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു അഹ്മദ് ഇബ്നു അബി ദുആത്ത്. നോക്കൂ നിങ്ങൾ, ഈ വാദങ്ങൾ ലോകത്ത് അവസാനിച്ചു, കെട്ടടങ്ങി എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇന്നും ഈ വാദം പറയുന്ന കക്ഷികൾ ഉണ്ട്. ഷിയകൾ, റാഫിദികൾ. എന്താണ് അവരുടെ വാദം? റാഫിദികളുടെ വാദം എന്താണ്? ഖുർആൻ അല്ലാഹുവിൻ്റെ മഖ്ലൂഖാണ്, ഖുർആൻ സൃഷ്ടിയാണ്. പരസ്യമായി ഇന്നും യാതൊരു ലജ്ജയുമില്ലാതെ പറയുന്നവരാണ് ആര്? റാഫിദികൾ, അവരുടെ നേതാക്കന്മാർ. അബൂബക്കറിനെയും ഉമറിനെയും ഒക്കെ അവരൊക്കെ നരകത്തിലാണ് എന്ന് സാക്ഷ്യം പറയുന്ന അതേ ശപിക്കപ്പെട്ട നാവുകൊണ്ട് അതേ ആളുകൾ പറയുന്നത് കാണാം. എന്ത്? ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആ വാദം എന്താണ് അതിൻ്റെ വിധി? അത് പറഞ്ഞവൻ ഇസ്ലാം എന്ന് പുറത്താണ്. അപ്പം അത് പറഞ്ഞവൻ കാഫിറാണ് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ, അദ്ദേഹം ധാരാളം അഹ്ലുസുന്നത്തിന് ഇമാമിങ്ങളും പറഞ്ഞത് കാണാം. എന്നാൽ ഈ വാദം ഇന്നും റാഫിദികൾക്കിടയിലുണ്ട്. ഇബാദികൾ ഈ വാദക്കാരാണ്. ഇബാദികൾ ഈ വാദക്കാർ, അതിനുവേണ്ടി എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇബാദികൾ. എവിടെയാണ് അവരുള്ളത് എന്നതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇബാദികൾ, നോക്കൂ നിങ്ങൾ, ഈ വിഷയത്തിൽ ഒരു വമ്പിച്ച ഫിത്ന, ഒരു വമ്പിച്ച പരീക്ഷണം അഹ്ലുസുന്നത്തിൻ്റെ ഇമാമുമാർ, മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാർ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വന്ന ഒരു ഫിത്നയുടെ, കടുത്ത ഫിത്നയുടെ കാലം ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹിജറ 218 മുതൽ 237 വരെയായിരുന്നു ആ കാലം. ഹിജറ 218 മുതൽ ഹിജറ 237 വരെ. നോക്കൂ നിങ്ങൾ, ഏതാണ്ട് 20 വർഷങ്ങളോട് അടുപ്പിച്ച് 19 വർഷക്കാലം ഈ ഫിത്ന മുസ്ലിം ഉമ്മത്തിൽ വളരെ വ്യാപകമായി, അഥവാ ഫിത്നത്തു ഖൽഖുൽ ഖുർആൻ എന്ന പേരിൽ അഹ്ലുസുന്നത്തിന് ഇമാമുമാർ വലിയ പരീക്ഷണം നേരിട്ട ഒരു കാലമായിരുന്നു അത്. അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരിക ഏത് ഇമാമിനെയാണ്? ഇമാം അഹ്മദ് റഹിമഹുല്ലാ. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, 2 പേർ ഇസ്ലാമിനു വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ അത് എന്നും എന്നും ഈ ഉമ്മത്തിന് വലിയ ഉപകാരമായിക്കൊണ്ട് അവരെ ഷർറിൽ നിന്ന് തടുത്തു നിർത്തുന്നതായി നിലകൊണ്ടതാണ്. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇൻദ റിദ്ദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ചു പോയപ്പോൾ, ചിലർ സക്കാത്ത് തരികയില്ല എന്ന് പറഞ്ഞപ്പോൾ, ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച ശക്തമായ നിലപാട് മുസ്ലിം ഉമ്മത്തിനെ വലിയ അപകടത്തിൽ നിന്നാണ് കാത്തുരക്ഷിച്ചത്. അത് മുഖേന അല്ലാഹു റബ്ബുൽ ആലമീൻ. രണ്ടാമത്തത് ഇമാം അഹ്മദിൻ്റെ മൗഖിഫാണ്, ഇമാം അഹ്മദിൻ്റെ നിലപാടാണ്. ഇൻദൽ മിഹ്ന, ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന വാദത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ കാലത്ത് അവരാ ഉറച്ച
പർവ്വതം കണക്കെ അവർ ഉറച്ചു നിന്നത് ഈ ഉമ്മത്തിന് വലിയ ഖൈറാണ്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകിയത് അല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സക്കാത്ത് തടഞ്ഞവരോട് യുദ്ധം ചെയ്യാൻ ഉത്തരവിട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നാണ് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലൗ മനഊനി അഖാലൻ കാനൂ യുഅതൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹി. അല്ലാഹുവിൻ്റെ റസൂലിന് അവർ കൊടുത്തിരുന്ന ഒട്ടകത്തിന് കെട്ടുന്ന ഒരു കയറാണ് എനിക്കവർ തരികയില്ല, അഥവാ ഖലീഫ എന്നെ സക്കാത്തിൻ്റെ മുതലായി ഏൽപ്പിക്കുകയില്ല എന്നവർ പറയുന്നത് എങ്കിൽ അതിനുവേണ്ടി ഞാൻ അവരോട് യുദ്ധം ചെയ്യും. വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്. നിസ്കാരവും സക്കാത്തും വേർതിരിച്ച ഒന്ന് ഞങ്ങൾക്ക് ബാധകമാണ്, മറ്റത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞവരോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ഇമാം ബുഖാരിയുടെ സഹീൽ നമുക്ക് കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിൻ്റെ ആ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് സത്യമാണ് എന്ന്. സാധാരണ നോക്കൂ നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗമ്യതക്കും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശക്തമായ നിലപാടുകൾക്കുമാണ് അറിയപ്പെട്ടത്. പക്ഷേ ഈ സംഭവത്തിൽ നമുക്ക് ഉമർ ഇതുപോലെ ചോദിക്കുന്നത്, അബൂബക്കർ ഈ മറുപടി പറയുന്നത് ബുഖാരിയിൽ കാണാം. കാരണം അവർ സൗമ്യത അതിൻ്റെ സ്ഥാനത്തും ഗൗരവം അതിൻ്റെ സ്ഥാനത്തും ഉപയോഗിക്കാൻ പഠിച്ചവരാണ്. മനസ്സിലായി? റിഫ്ഖ് അതിൻ്റെ എവിടെയാണത് വേണ്ടത് അത് ഉപയോഗിക്കാൻ പഠിച്ചവരാണ്. കടുത്ത നിലപാടും കാർക്കശ്യവും എവിടെ വേണം അത് അതിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കാൻ പഠിച്ചിട്ടുള്ളവരാണ്. കാരണം അവരെ പഠിപ്പിച്ചത് അല്ലാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നും അതിൻ്റെ സ്ഥലത്ത് വേണ്ട രൂപത്തിൽ പ്രയോഗിച്ചവരാണ്. സ്വലവാത്തുല്ലാഹി വസ്സലാമുഹു വബറകാതുഹു അലൈഹി. നോക്കൂ നിങ്ങൾ, ഈ കടുത്ത ഫിത്നത്തു ഖൽഖുൽ ഖുർആൻ എന്ന ഫിത്ന മുസ്ലിം ഉമ്മത്തിൽ ഹിജ്റ 218 മുതൽ 237 വരെ ആണുണ്ടായത്. ഈ ഫിത്ന പിടികൂടിയ മുസ്ലിം ഖലീഫമാരിൽ ആദ്യത്തെ ആൾ മഅ്മൂൻ എന്ന ഖലീഫയായിരുന്നു. ഹാറൂൻ റഷീദ് എന്ന ഏറെ പ്രസിദ്ധനായ അബ്ബാസി ഖലീഫയുടെ മകനായിരുന്നു ആര്? മഅ്മൂൻ. അതുവരെ ഹാറൂൻ റഷീദ് വരെയുള്ള മുസ്ലിം ഉമ്മത്തിലെ ഖലീഫമാർ ഭരണാധികാരികൾ എന്ന നിലക്ക് അധികാരവും സൗകര്യങ്ങളും പണവുമെല്ലാം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് സംഭവിച്ചേക്കാവുന്ന പാളിച്ചകൾ മാറ്റി നിർത്തിയാൽ അവരെല്ലാം അഹ്ലുസുന്നത്തിൻ്റെ വഴിയിലുള്ളവരായിരുന്നു. അവരെല്ലാം അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസത്തിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാതയിൽ കഴിഞ്ഞവരായിരുന്നു ഹാറൂൻ റഷീദ് വരെയുള്ളവർ. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കളിലൊരാൾ, അദ്ദേഹത്തിൻ്റെ മക്കൾ വളരെ അറിയപ്പെട്ടവർ രണ്ടുപേരാണ്. ഒന്ന് അമീനും ഒന്ന് മഅ്മൂനും. ഇതിൽ മഅ്മൂനെ പിഴച്ച ചിന്താഗതികൾ പിടികൂടുകയുണ്ടായി. ബിഷർ അൽ മിരീസി എന്നറിയപ്പെട്ട പിഴച്ചവൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഈ മഅ്മൂൻ. ഇദ്ദേഹത്തിൻ്റെ ഈ പിഴച്ച വാദങ്ങളിൽ, ജഹ്മികളുടെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന വാദങ്ങളിൽ ആകൃഷ്ടനായി. അത് തലക്ക് പിടിച്ചു. അതിൻ്റെ ആളായി മാറി എന്ന് മാത്രമല്ല, അതിനുവേണ്ടി വലിയ ആവേശം തന്നെ അയാൾ കാണിക്കുകയുണ്ടായി. അബ്ബാസി ഖലീഫമാരിൽ ഒരാളായിരുന്ന മഅ്മൂൻ ബിൻ ഹാറൂൻ റഷീദ് ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന ജഹ്മികളുടെ വാദത്തിൽ ആകൃഷ്ടനാവുകയും അയാൾ അതിനുവേണ്ടി വലിയ ആവേശം കാണിക്കുകയും ഈ വാദം പ്രചരിപ്പിക്കാനായി ഉദ്യോഗസ്ഥരെ അയാൾ നിയമിക്കുകയും ചെയ്തു. എല്ലായിടത്തും ഇത് പറയാൻ ആളുകളോട് കൽപ്പിക്കുക, ഇത് പറഞ്ഞില്ലേ അവരെ ശിക്ഷിക്കുക, അവരെ മസ്ജിദുകളിൽ നിന്നും മറ്റും കുട്ടികളെ പഠിപ്പിക്കുക പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പുറത്താക്കുക, അതുപോലെ അവരെ ശിക്ഷിക്കുക, തയ്യാറായില്ലെങ്കിൽ ശിക്ഷിക്കുക. വളരെ പരിതാപകരമായ സങ്കടകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മഅ്മൂൻ ഈ വാദത്തിൻ്റെ ആളായി, അതിനുവേണ്ടി അതിൻ്റെ കടുപ്പം പിടിച്ച ആളായി മാറിയത് അയാളുടെ ജീവിതത്തിൽ അവസാന നാളുകളിലായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വാദവും കൊണ്ടാണ് അയാളുടെ മരണസമയത്ത്, അയാളുടെ അവസാന നാളുകളിൽ അയാൾ ഉണ്ടായിരുന്നത്. വലിയ പ്രായം ചെന്ന് മരിച്ചതല്ലായിരുന്നു. പക്ഷേ മരണത്തിൻ്റെ അടുത്തുള്ള സമയത്ത്
ഇദ്ദേഹം ഈ വാദക്കാരനായിരുന്നു. ഈ വാദക്കാരനായിരുന്നു എന്ന് മാത്രമല്ല, അവസാന നാളുകളിൽ അയാൾ സഹോദരനായ മുഅ്തസിമിനെ, അടുത്ത ഖലീഫയായ അൽ മുഅ്തസിം ബില്ലാഹ്, അയാൾ വിളിക്കുകയും എന്നിട്ട് ഈ കാര്യം വസിയത്ത് പറയുകയും ചെയ്തു. ഈ വാദം, ഖുർആൻ അള്ളാഹുവിൻ്റെ ഖൽഖാണ്, അതുപോലെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നിഷേധിക്കുന്ന വാദം, അതായിരിക്കണം നമ്മുടെ ഔദ്യോഗികമായ നിലപാട്. അതിനുവേണ്ടി ആളുകളെ അയക്കണം, അതല്ലാത്ത ആളുകളെ ശിക്ഷിക്കണം. അതിൻ്റെ നേതാക്കന്മാരിൽ ഒരാളായ, ഞാൻ നേരത്തെ പറഞ്ഞ അഹ്മദ് ബിൻ അബി ദുആദിനെ പോലെയുള്ളവർക്ക് വലിയ സ്ഥാനം നൽകണം, അവരെ കൊട്ടാരത്തിലേക്ക്, രാജസദസ്സിലേക്ക് അടുപ്പിക്കണം. ഇതെല്ലാം പറയുകയും അങ്ങനെ മഅ്മൂൻ മരിച്ചു പോവുകയും ചെയ്തു. ശേഷം സഹോദരൻ മുഅ്തസിം ബില്ലാഹ് ബിൻ ഹാറൂൻ അദ്ദേഹം ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. സഹോദരൻ്റെ വസിയ്യത്ത് അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കിയ ആളായിരുന്നു മുഅ്തസിം ബില്ലാഹ്. ഈ മുഅ്തസിമാണ് അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം അദ്ദേഹത്തിൻ്റെ മജ്ലിസിനാണ് ഇമാം അഹ്മദ് ക്രൂരമായി മർദ്ദിക്കപ്പെട്ടത്. അദ്ദേഹത്തെ ഈ വാദം പറയാൻ വേണ്ടി അടിക്കുകയുണ്ടായി. വളരെ ക്രൂരമായ രൂപത്തിൽ ഇമാം അഹ്മദിനെ മർദ്ദിക്കുകയുണ്ടായി. ഒടുവിൽ ഈ മുഅ്തസിമിൻ്റെ അവസാന കാലത്ത്, മരണപ്പെടുന്ന ഇതിനോട് അടുപ്പിച്ച കാലത്ത് ഈ ഫിത്നയ്ക്കൊരൽപ്പം അയവുണ്ടായി. ഈ ഫിത്ന അല്പം ഒന്ന് അവസാനിച്ചു, എന്നാൽ അത് പൂർണ്ണമായി തീർന്നിട്ടില്ല. അങ്ങനെ അയാൾ മരണപ്പെട്ടു. മൂന്നാമത് ഇതിനുശേഷം ഈ രണ്ടാളുകൾക്ക് ശേഷം മൂന്നാമത് ഖലീഫയായി വരുന്നത് മുഅ്തസിമിൻ്റെ മകൻ വാസിഖ് ആയിരുന്നു. വാസിഖ് ഇബ്ൻ മുഅ്തസിം. ഈ മൂന്ന് പേരിൽ, മഅ്മൂൻ, മുഅ്തസിം, വാസിഖ്, ഈ മൂന്ന് പേരിൽ ഏറ്റവും കടുത്ത നിലപാടുണ്ടായിരുന്ന, ഏറ്റവും വലിയ ദ്രോഹങ്ങൾ അഹ്ലുസുന്നത്തിൻ്റെ ഇമാമുമാരോട് ചെയ്ത ഖലീഫ വാസിഖായിരുന്നു. വാസിഖിൻ്റെ കാലത്ത് ഈ അഖീദയിലേക്ക് രാപ്പകൽ വ്യത്യാസമില്ലാതെ അയാൾ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരുന്നു, ജനങ്ങളെ ഇതിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു, ഇതിനു വേണ്ടി പണിയെടുക്കാൻ തുടങ്ങി. നോക്കൂ നിങ്ങൾ, ഭരണകൂടം അതിൻ്റെ ശക്തിയോടെ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ചൊരു വാദം പ്രചരിപ്പിക്കാൻ എന്നാൽ എന്തായിരിക്കും സ്ഥിതി? ആർക്കാണ് അതിനെ തടുക്കാൻ സാധിക്കുക? അതിൻ്റെ എതിരാളികളെ കായികമായി നേരിടുമെന്ന് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ വാസിഖ് ഈ രൂപത്തിൽ കഴിഞ്ഞു. അതിനുശേഷം വാസിഖിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ അൽ മുതവക്കിൽ ബിൻ മുഅ്തസിം ഭരണം ഏറ്റെടുത്തു. പക്ഷെ അദ്ദേഹം അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ സുന്നത്തിനെ സ്നേഹിക്കുന്ന, ബിദ്അത്തിനോട് അകലം പാലിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ഈ ഫിത്ന അവസാനിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അഹ്മദ് ബിൻ അബി ദുആദിനെ അകറ്റുകയും ഇമാം അഹ്മദിനെ ആദരിക്കുകയും, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ആദരിക്കുകയും, ഈ പിഴച്ച സംസാരം അവസാനിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ജസാഹുല്ലാഹു അനിൽ ഇസ്ലാമി വൽ മുസ്ലിമീന ഖൈറൻ വറഹിമഹുല്ലാഹ്. അദ്ദേഹത്തെ കൊണ്ട് ഈ ദീനിന്, മുസ്ലിം ഉമ്മത്തിന്, അഹ്ലുസുന്നത്തിന് വലിയ ഉപകാരമാണ് ഈ ഖലീഫയെ കൊണ്ട്, മുതവക്കിൽ എന്നു പേരുള്ള ഈ ഖലീഫയെ കൊണ്ട് ഉണ്ടായത്. ഞാൻ പറഞ്ഞത് ഈ ഫിത്ന ഉണ്ടായ കാലഘട്ടത്തെക്കുറിച്ചാണ്. ഏത് കാലമാണിത് നടന്നത്, ഏതൊക്കെ ഖലീഫമാരുടെ കാലത്താണിത് സംഭവിച്ചത് എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനി സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ നീണ്ട വർഷങ്ങൾ, ഏതാണ്ട് 20 അടുപ്പിച്ച ഈ വർഷങ്ങൾ നിസാരമായ ഒരു കാലമായിരുന്നു നിങ്ങൾ വിചാരിച്ചു പോകരുത്. കടുത്ത പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ, തീക്ഷ്ണമായ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ അഹ്ലുസുന്നത്തിൻ്റെ ഇമാമുമാർ വെന്തുരുകിയ നാളുകളായിരുന്നു ഈ കാലഘട്ടത്തിൽ. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഒരേ ഒരു കാര്യം അറിഞ്ഞാൽ നമുക്കത് എത്രമാത്രം അതിൻ്റെ കടുപ്പം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണത്? കാരണം ഈ കാലത്ത്, ഈ ഫിത്നയുടെ കാലത്ത് സത്യം ഉച്ചത്തിൽ വിളിച്ചു പറയാൻ, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അതുപോലെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ അംഗീകരിക്കുകയും അതിനെ നിഷേധിക്കുന്ന പ്രവണതയെ തള്ളിക്കളയുകയും ചെയ്യാൻ, പരസ്യമായി അതിന് മുതിരാൻ, അതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചത്, അങ്ങനെ നിന്നത് 5 പേർ മാത്രമാണ്. ഇപ്പം എന്തായിരിക്കും ആ ഫിത്ന? സുബ്ഹാനല്ലാഹ്.
5 ഇമാമുമാർ മാത്രം. ബാക്കിയുള്ളവർ എന്തു ചെയ്തു? അവരിൽ പലരും റുഖ്സ സ്വീകരിച്ചു. കാരണം ഇതുപോലെ കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ, കൊല്ലപ്പെടും എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അള്ളാഹു ദീനിൽ നൽകിയ ഇളവുണ്ട്. ഒരാൾക്ക് എന്ത് ചെയ്യാം? മിണ്ടാതിരിക്കാം. അല്ല എങ്കിൽ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി വിശ്വസിക്കുന്നതിനെതിരായത് പറയാം, നാവുകൊണ്ട് പറയാം. ഖൽബിൽ വിശ്വാസം അതിനെതിരായത് മാറാതെ. അമ്മാർ റളിയല്ലാഹുവിന്റെ കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അമ്മാറിനെ മുശ്രിക്കുകൾ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. വെള്ളത്തിൽ തലമുക്കി പിടിക്കുക പോലെയുള്ള ക്രൂരമായ പീഡനമുറകൾ മുശ്രിക്കുകൾ സ്വീകരിച്ചിരുന്നു. ആ മഹാനായ സഹാബിയോട് മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് മോശം പറഞ്ഞു. വേദന സഹിക്കാതെ, പ്രയാസം സഹിക്കാതെ രക്ഷപ്പെടാൻ വേണ്ടി അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവർ വിട്ടു. പ്രയാസപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ ഹൃദയം ആ സമയത്ത് എങ്ങനെയായിരുന്നു? അദ്ദേഹം പറഞ്ഞു, മുത്മഇന്നുൻ ബിൽ ഈമാൻ, ഈമാനിൽ ശാന്തി അടഞ്ഞ രൂപത്തിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ ആദു ഫഉദ്, ഇനി അവരങ്ങനെ ചെയ്താൽ ഇനിയും അതുപോലെ തന്നെ ചെയ്തുകൊള്ളൂ, ഇനി അതുപോലെ പറഞ്ഞുകൊള്ളൂ എന്ന് അനുവാദം കൊടുത്തു. എന്നതുപോലെ ഒരാൾക്ക് കടുത്ത പ്രയാസമുണ്ട് എന്ന് വന്നാൽ അങ്ങനെ പറയാൻ അനുവാദമുണ്ട്. ഖുർആൻ അള്ളാഹിൻ്റെ ഖൽഖാണോ എന്ന് ചോദിച്ചു പലരോടും. അവരിൽ ചിലർ ഇങ്ങനെ പറഞ്ഞു എന്നാണ്, തൗറാത്തും ഇഞ്ചീലും ഖുർആനും സബൂറും ഒക്കെ ഇതൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ അവർ മനസ്സിൽ കരുതി ഈ വിരലുകളൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. എന്നാൽ ഖുർആനും തൗറാത്തും ഇഞ്ചീലും സബൂറും ഒക്കെ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് മനസ്സിൽ വിശ്വസിച്ചു. ഈ രൂപത്തിൽ പറഞ്ഞവരുണ്ടായിരുന്നു എന്നാണ്. ജീവൻ ഭയന്നുകൊണ്ട്, നഷ്ടപ്പെടുന്നത് കൊലപാതകം, അതുപോലെ കടുത്ത ശിക്ഷകൾ ഭയന്നുകൊണ്ട്. എന്നാൽ അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ജീവൻ പോയാലും കുഴപ്പമില്ല, ശിക്ഷിക്കപ്പെട്ടാലും പീഡിപ്പിക്കപ്പെട്ടാലും ഉപദ്രവിക്കപ്പെട്ടാലും കുഴപ്പമില്ല എന്ന രൂപത്തിൽ ഉറച്ചു നിന്നത് 5 പേർ മാത്രമാണ്. 5 ഇമാമുമാർ. സുബ്ഹാനല്ലാഹ്. അത് മാത്രം ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും ഫിത്ന എത്ര കടുത്തതായിരിക്കുമെന്ന്. അവരിൽ ഒരാൾ ഇമാം ബുവൈത്തിയാണ്. ഇമാം അൽ ബുവൈത്തി, അബൂ യഅഖൂബ് യൂസുഫ് ഇബ്നു യഹ്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അൽ ബുവൈത്തി എന്നറിയപ്പെടുന്ന അബൂ യഅഖൂബ് യൂസുഫ് ഇബ്നു യഹ്യ റഹിമഹുല്ലാഹ് അദ്ദേഹമാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തെക്കുറിച്ച് മുൻഗാമികളായ ഇമാമുമാർ പറഞ്ഞു തന്ന വാചകങ്ങൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇമാം ദഹബിയുടെ സീറയിൽ നമുക്ക് കാണാം, റബീഅ ബിൻ സുലൈമാൻ പറയുകയാണ്, നബൂവത്തി എപ്പോഴും നാവിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരുന്നു. അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ട് തെളിവ് സ്ഥാപിക്കാൻ ഇത്രയും കഴിവുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തെ ഞാൻ കാണുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വളയമിട്ടിട്ടുണ്ട്, ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ, സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ബന്ധിച്ചിരിക്കുക. ഓ ഫിരിജിലെ ഈ കൈദുൻ, കാലുകളിൽ ചങ്ങല ഇട്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ 2 വളയങ്ങൾക്കിടയിൽ ചങ്ങലയുണ്ട്, അതിൽ കല്ല് കെട്ടി വെച്ചിട്ടുണ്ട്, വലിയ ഭാരമുള്ള കല്ല് കെട്ടി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഈ ചങ്ങലക്കെട്ടുകളിൽ കിടന്ന് അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ ബികുൻ, അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോൾ, കുൻ എന്നത് അവൻ്റെ വാക്കാണ്, അത് പറഞ്ഞപ്പോഴാണ്, ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോഴാണ് സൃഷ്ടികൾ ഉണ്ടായത്. ഫഇദാ കാനത് മഖ്ലൂഖതൻ, ആ വാക്ക് തന്നെ സൃഷ്ടിയാണ് എങ്കിൽ ഫകഅന്ന മഖ്ലൂഖൻ ഖുലിഖ മിൻ മഖ്ലൂഖ്, സൃഷ്ടികളെല്ലാം ഒരു സൃഷ്ടിയെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയേണ്ടി വരും. ഇത് തന്നെ സൃഷ്ടിയാണ് എങ്കിൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല ഇൻ ഉദ്ഖിൽതു അലൈഹി ലഅസ്ദുഖന്ന, എന്നെ ഖലീഫയുടെ അരികിൽ കൊണ്ടുപോയാലും ഞാൻ ഇത് തന്നെ പറയും. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്ക് നോക്കണം നിങ്ങൾ, വല അമൂതന്ന ഫീ ഹദീദി ഹാദാ, ഇതാ ഈ ഇരുമ്പ് ചങ്ങലകളിൽ തന്നെ ഞാൻ മരിച്ചുകൊള്ളാം. എന്തിനു വേണ്ടി? ഹത്താ യഅതിയ ഖൗമുൻ യഅലമൂന അന്നഹു ഖദ് മാത ഫീ ഹാദാ അശ്ശഅനി ഖൗമുൻ ഫീ ഹദീദിഹിം, ഇതിനു ശേഷം വരുന്ന ആളുകൾ മനസ്സിലാക്കണം എന്ത്? ഇതാ ഇതിനു വേണ്ടി ചങ്ങലകളിൽ ബന്ധിതരായ നിലയിൽ ആളുകൾ മുമ്പേ മരിച്ചു പോയിട്ടുണ്ട് എന്നറിയണം. മനസ്സിലായി? നമ്മളത് അറിയാൻ വേണ്ടിയാണ് ഇമാം, ആ മഹാനായ ഇമാം ആ തീരുമാനമെടുത്തത്. ശേഷമുള്ള നമ്മളറിയാം, ഈ അഹ്ലുസുന്നത്തിൻ്റെ അഖീദയ്ക്ക് വേണ്ടി, നമ്മുടെ ഈ വിശ്വാസത്തിന് വേണ്ടി ചങ്ങലകളിൽ കിടന്ന് ഇമാമുമാർ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വരുന്നവനും പോകുന്നവനും മെക്കിട്ട് കയറാനും അവന് തോന്നിവാസം പറയാനും ഈ വിശ്വാസത്തെ വളച്ചു ഒടിക്കാനും നമുക്ക് അനുവദിക്കാൻ നിർവാഹമില്ല. നമ്മുടെ ഇമാമുമാർ ഇതിനുവേണ്ടി മരിച്ചു പോയിട്ടുണ്ട്. അവരവരുടെ ജീവൻ കൊടുത്ത് സംരക്ഷിച്ച വിശ്വാസമാണിത്.
അതുകൊണ്ട് ഇതിനെ തൊട്ട് കളിക്കാൻ ഒരു മുബ്തദിഇനെയും ഒരു ളലാലത്തിന്റെ നേതാവിനെയും നമ്മൾ സമ്മതിക്കാൻ പാടില്ല. മറുപടി പറയണം, എതിർത്ത് തോൽപ്പിക്കണം. അതിനുവേണ്ടിയാണ് എനിക്ക് ശേഷം വരുന്ന ആളുകൾ അറിയണം, ഇതിനു വേണ്ടി, ഈ വിശ്വാസത്തിനു വേണ്ടി പലരും ചങ്ങലയിൽ കിടന്ന് മരിച്ചിട്ടുണ്ട് എന്നൊരു മനസ്സിലാക്കുക. അതിനാണിത് എന്ന് ഈ മഹാനായ ഇമാം പറയുകയാണ് റഹിമഹുല്ല. അതുപോലെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ആ ചങ്ങലകളിൽ ബന്ധിതനായ നിലയിൽ തന്നെ ഇമാം ബുവൈത്ത് റഹിമഹുല്ല മരണപ്പെടുകയുണ്ടായി. റഹിമഹുല്ല റഹ്മത്തുൻ വാസിഅ. രണ്ടാമത്തെ ഇമാം നുഐം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ റഹിമഹുല്ല. അദ്ദേഹം ഇതുപോലെ ചങ്ങലകളിൽ ബന്ധിതനായി ജയിലിൽ മരിച്ചു. എന്തു ചെയ്തു? അവർ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ അതുപോലെ വിശ്വസിച്ചാൽ, അങ്ങനെ വിശ്വസിക്കുന്ന മുശ്രിക്കും കാഫിറാണെന്നാണ് അവരുടെ വാദം. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരു കുഴിയിൽ കുഴിച്ചിട്ടു, മയ്യിത്ത് നിസ്കരിക്കുക പോലും ചെയ്താൽ. ഇമാം ബുഖാരിയുടെ ഉസ്താദുമാരിൽപ്പെട്ടവരാണ്. സുബ്ഹാനല്ലാഹ്. നുഐം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ റഹിമഹുല്ലാഹ്. മൂന്നാമത്തെ ഇമാം മുഹമ്മദ് ഇബ്നു നൂഹ്. ഇദ്ദേഹം എന്ത് സംഭവിച്ചു? ഇദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ് പറഞ്ഞാൽ, ഇദ്ദേഹത്തെയും ഇമാം അഹ്മദിനെയും ബഗ്ദാദിൽ നിന്ന് തർസൂസിലേക്ക് 1000 കിലോമീറ്ററോളം അകലമുണ്ട് ഈ രണ്ട് നാടുകൾ തമ്മിൽ. തർസൂസിലായിരുന്നു ഖലീഫയായിരുന്നു മഅ്മൂൻ ഉണ്ടായിരുന്നത്. മഅ്മൂൻ രണ്ടുപേരെയും കൊണ്ടുവരാൻ ഉത്തരവിട്ടു. ഇമാം അഹ്മദിനെയും ഇമാം മുഹമ്മദ് ഇബ്നു നൂഹിനെയും ഒരൊറ്റ ഒട്ടകപ്പുറത്ത് മുഖത്തോട് മുഖം നോക്കുന്ന രൂപത്തിൽ ചങ്ങലകളിൽ ബന്ധിച്ച് കൊണ്ടുപോയി 1000 കിലോമീറ്റർ ദൂരമുള്ള നാട്ടിലേക്ക്. എന്നിട്ട് അവിടെ എത്തുന്നതിന് തൊട്ടു മുമ്പ് ഒരു ദുആ ചെയ്തു എന്നാണ്, ഈ ഖലീഫയുടെ മുഖം കാണിക്കരുത് എന്ന്. ആ സമയത്താണ് വലിയ പ്രായമില്ലാത്ത ഏതാണ്ട് 50-നടുത്ത് പ്രായമുള്ള മഅ്മൂൻ രാത്രിക്ക് രാത്രി മരിച്ചു പോവുകയാണ്. ഇവർക്ക് ഖലീഫയെ കാണേണ്ടി വന്നില്ല, ഇമാം അഹ്മദിനും ഇമാം മുഹമ്മദ് ബിൻ നൂഹിനും. പക്ഷേ ഈ യാത്ര, പ്രയാസകരമായ ഈ യാത്ര കാരണത്താൽ ഇമാം മുഹമ്മദ് ബിൻ നൂഹ് അവരെ വീണ്ടും തിരിച്ചയച്ചു ബഗ്ദാദിലേക്ക് തന്നെ. തിരിച്ചുള്ള യാത്രക്കിടയിൽ ഇമാം മരണപ്പെടുകയാണ്, മുഹമ്മദ് ബിൻ നൂഹ് റഹിമഹുല്ലാഹ്. നാലാമത്തെ ഇമാം അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇ റഹിമഹുല്ലാഹ്. അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇ, ഇദ്ദേഹത്തെ ഈ ഇമാമിനെ ഖലീഫയായ വാസിഖ്, ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ഖലീഫ ഉണ്ടല്ലോ, ഏറ്റവും കടുത്ത ആളെന്ന് പറഞ്ഞ വാസിഖ് എന്താണ് ചെയ്തത്? വാസിഖ് ഇദ്ദേഹത്തെ ഇമാം അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇയെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. എന്നിട്ട് വാസിഖ് ചോദിക്കുക, നിങ്ങൾ എന്താണ് അള്ളാഹുവിൻ്റെ ഖുർആനെ കുറിച്ച് പറയുന്നത്? അപ്പം അദ്ദേഹം അഹ്ലു സുന്നത്തിൻ്റെ അഖീദ വ്യക്തമായി പറഞ്ഞു, അള്ളാഹുവിൻ്റെ കലാമാണ്, അവനിൽ നിന്ന് വന്നതാണ്, സൃഷ്ടിയല്ല. വേറെയും അള്ളാഹുവിൻ്റെ ചില സിഫത്തുകളെ കുറിച്ച് ചോദിച്ചു എന്നാണ്, അള്ളാഹിനെ കാണുന്നതിനെ കുറിച്ച്. അതിനൊക്കെ നിഷേധിക്കുന്ന വിഭാഗമായിരുന്നു അവർ. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോഴെല്ലാം അദ്ദേഹം അഹ്ലുസുന്നത്തിൻ്റെ അഖീദ അതുപോലെ, സത്യം അതുപോലെ വിളിച്ചു പറഞ്ഞു. വാസിഖ് എന്ത് ചെയ്തു? വാസിഖ് വാളെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് കൊല്ലും, ഇയാളുടെ അരികിലേക്ക് നടന്നു പോകുന്ന കാലടികൾ പോലും അള്ളാഹുവിങ്കൽ പ്രതിഫലം ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ പോവുകയും എന്നിട്ട് ഇമാം അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇയെ ഖലീഫ സ്വന്തം കൈകൊണ്ട് തൻ്റെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. തീർന്നില്ല, ഇദ്ദേഹത്തിൻ്റെ ശരീരം സുറമൻ റആഹ് എന്നു പേരുള്ള ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. തല വേറെയാക്കി ബഗ്ദാദിൽ കൊണ്ടുപോയി അവിടെ കെട്ടിത്തൂക്കി. അതിന് മുകളിൽ ഒരു എഴുത്തും എഴുതി വെച്ചു, എന്താണ്? ഹാദാ റഅസുൽ കാഫിറിൽ മുശ്രിക് അദ്ദാൽ അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇ. മുശ്രിക്കും കാഫിറും വഴികെട്ടവനുമായ അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇയുടെ തലയാണിത് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് ശരീരം ഒരു ഭാഗത്ത്, അതുപോലെ തല ഒരു ഭാഗത്തുമാണ്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, ഹിജറ 231 ശഅബാൻ മാസം തൊട്ട് ഹിജറ 237 ശവ്വാൽ മാസം വരെ ഇത് രണ്ടും ഇങ്ങനെ രണ്ട് ഭാഗത്ത് കിടന്നതാണ്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ശരീരം അത് രണ്ടും ഒരുമിച്ച് ഖബറടക്കുകയുണ്ടായത്. യാ സുബ്ഹാനല്ലാഹ്. ഇതാണ് നാലാമത്തെ ഇമാം അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇ റഹിമഹുല്ലാഹ്. അഞ്ചാമത്തെ ഇമാം, ഈ ഇമാമുമാരുടെ മുഴുവൻ നേതാവ്, ഇവരിൽ ഏറ്റവും വിജ്ഞാനമുണ്ടായിരുന്ന, ഇമാമത്തിൽ ഇവരുടെ എല്ലാ മുകളിൽ നിന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ
റഹിമഹുല്ലാഹ്. ഇമാം അഹ്മദിനെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മഅ്മൂനിന് ശേഷം വന്ന മുഅ്തസിം എന്ന മഅ്മൂൻ്റെ സഹോദരനായ ഖലീഫ വിളിക്കുകയും എന്നിട്ട് അഹ്മദ് ബിൻ അബി ദുആദിനെ പോലെയുള്ള ബിദ്അത്തിൻ്റെ നേതാക്കന്മാരെ വിളിക്കുകയും മുനാദറ നടത്താൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്താൻ പറയുകയും ചെയ്തു. ഒന്നാമത്തെ ദിവസം അവർ സംസാരിച്ചു. ഇമാം അഹ്മദ് അവരെ തോൽപ്പിക്കുകയുണ്ടായി, അവരുടെ വ്യാജമായ തെളിവുകളെ പരാജയപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം ആവർത്തിച്ച് ചോദിച്ച കാര്യം എന്താണ്? നിങ്ങൾ എനിക്ക് ഖുർആനിൽ നിന്നൊരായത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കൊണ്ടുവന്ന് തരും, നിങ്ങളുടെ വാദം ശരിയാണ് എന്നത്. അവർക്ക് പറയാൻ സാധിച്ചില്ല. എന്ത് കൊണ്ടുവന്നാൽ ഇമാം അഹ്മദ് അത് തകർത്ത് കൊടുക്കും. ഇങ്ങനെ ചോദിച്ചെന്നാണ്. അവർ പറഞ്ഞു, നിങ്ങളൊന്ന് ഒരു വാക്ക് പറഞ്ഞു തന്നാൽ മതി, എന്ത് ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയാണ് എന്ന്, അതൊന്ന് എഴുതി തന്നാൽ, അതൊന്ന് പറഞ്ഞു തന്നാൽ. ഇമാം അഹ്മദ് തയ്യാറായില്ല. ആദ്യത്തെ ദിവസം സംസാരിച്ചു, അവരെ തോൽപ്പിച്ചു. രണ്ടാമത്തെ ദിവസം വീണ്ടും മുനാദറ, അതിലേറെ അവരെ പരാജയപ്പെടുത്തി. മൂന്നാമത്തെ ദിവസം വീണ്ടും അതിലേറെ അവരെ പരാജയപ്പെടുത്തി. പിന്നീട് എന്ത് ചെയ്തു? ഖലീഫ ഇമാം അഹ്മദിനെ അടിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. അങ്ങനെ ഇമാം അഹ്മദിനെ മർദ്ദിക്കാൻ തുടങ്ങി. അടിച്ചടിച്ചടിച്ച് ഇമാം അഹ്മദിൻ്റെ കയ്യിലെയും മറ്റും മാംസം പലതും ജീവനറ്റ രൂപത്തിലായിപ്പോയി എന്നാണ്. പിന്നീട് ഇമാം അഹ്മദിനെ ചികിത്സിച്ചയാൾ മാംസങ്ങൾ, ജീവനില്ലാത്ത മാംസം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുത്തിരുന്നു എന്നാണ്. ഈ രൂപത്തിൽ ഇമാം അഹ്മദിന് പ്രയാസമുണ്ടായി. പക്ഷെ ഇങ്ങനെ മർദ്ദിച്ച ശേഷം ഖലീഫയായ മുഅ്തസിമിന് എന്തോ ഒരു പേടി പിടിപെട്ടു. ഇമാം അഹ്മദിനെ മർദ്ദിച്ച ശേഷം അയാൾക്ക് എന്തോ ഒരു പേടി പിടിപെട്ടു. അയാൾ അവസാനിപ്പിക്കാൻ പറഞ്ഞു. ഇമാം അഹ്മദിനെ ബഗ്ദാദിലേക്ക് തന്നെ തിരിച്ചയക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ ഇമാം അഹ്മദിനെ കുറിച്ച് അവർ ഉത്തരവിടുകയാണ്, എന്ത്? ഇമാം അഹ്മദ് ഒരാൾക്കും ഹദീസ് പഠിപ്പിക്കാനോ ദീനിനെ കുറിച്ച് സംസാരിക്കാനോ ഒന്നും പാടില്ല. യാ സുബ്ഹാനല്ലാഹ്, ചിന്തിച്ച് നോക്കണം. അഹ്ലുസുന്നത്തിൻ്റെ ഇമാമുമാരിൽ ഒരാൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എത്രയോ ഹദീസുകൾ പഠിച്ചിട്ടുള്ള ഇമാം ഷാഫിഈ ഇമാം അഹ്മദിനോട് പറഞ്ഞ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ല ഹദീസുകളും ഉണ്ട് എങ്കിൽ ഞാൻ അറിയാത്ത എനിക്ക് പറഞ്ഞു തരണം എന്ന് ഇമാം ഷാഫിഈ പറഞ്ഞിട്ടുള്ള ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് പറയുകയാണെന്ത്? അദ്ദേഹത്തിനെതിരെ ഉത്തരവ് പുറപ്പെടുക്കുകയാണ്, ആരോടും ഹദീസ് പറയാനോ ദീനിനെ കുറിച്ച് സംസാരിക്കാനോ പാടില്ല. ഒടുവിൽ ഈ ഖലീഫമാരുടെ കാലം കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ മുതവക്കിലിൻ്റെ കാലം വന്നപ്പോൾ മാത്രമാണ് ഈ ഫിത്ന അവസാനിക്കുന്നത്. ആ സമയത്ത് ഏതാണ്ട് വഫാത്തിന് 4 വർഷം മുമ്പ് മാത്രമാണ് ഇമാം അഹ്മദിന് പിന്നീട് ആളുകളോട് ഹദീസ് പറയാനും മറ്റുമൊക്കെ അവസരമുണ്ടായത്. മുതവക്കിൽ വളരെ നന്നായി ഇമാം അഹ്മദിനെ ആദരിക്കുകയും അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനം നൽകുകയും അദ്ദേഹത്തോട് ചോദിച്ചിട്ട് മാത്രമേ പിന്നെ ആരെയും മുതവക്കിൽ നിയമിക്കാറുണ്ടായിരുന്നു എന്നാണ്. അഹ്മദ് ബിൻ അബി ദുആദ് എന്ന ബിദ്അത്തിന്റെ നേതാവിനെ മുതവക്കിൽ എന്ന ഖലീഫ അകറ്റുകയും അയാളുടെ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം പിൻവലിക്കുകയും ചെയ്യുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, ഇതാണ് ഈ ഫിത്നത്തു ഖൽഖുൽ ഖുർആൻ എന്ന ഫിത്നയുടെ ഒരു ചുരുങ്ങിയ ചരിത്രം. ഇനി നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഖുർആൻ അള്ളാഹുവിൻ്റെ ഖൽഖാണ്, സൃഷ്ടിയാണ് എന്ന ഈ പിഴച്ച വാദം, അള്ളാഹുവിൻ്റെ കലാമിനെ നിഷേധിക്കുക എന്ന വാദത്തിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്? അത്രയും അപകടം പിടിച്ച കുഫറിൻ്റെ വാദമാണത്. എന്തുകൊണ്ടാണ് ഈ ഇമാമുമാർ അതിനെ ഇത്ര രൂക്ഷമായി അതിനോട് പ്രതികരിക്കുകയും അതിനെതിരിൽ നിലകൊള്ളുകയും ചെയ്തു? ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ദർസിൽ അതേക്കുറിച്ച് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇമ്മത്ത് ജീവിച്ചു മരിച്ച, അവർ ത്യാഗങ്ങൾ സഹിച്ച ഈ അഹ്ലുസുന്നത്തിൻ്റെ വഴിയിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുകയും തൗഹീദിലും സുന്നത്തിലുമായി നമ്മെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم أحينا على الكتاب والسنة، اللهم أمتنا على الكتاب والسنة، اللهم توفنا مسلمين، اللهم توفنا مسلمين وألحقنا بالصالحين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.